അഥാതോ ബ്രഹ്മജിജ്ഞാസ. ഈ ഒന്നാം സൂത്രത്തെ ആരെങ്കിലും സംക്ഷേപിച്ചെന്ന് പറഞ്ഞു തരുമോ? സാധന ചതുഷ്ടി സമ്പത്തി അനന്തരം ബ്രഹ്മവിചാരം കർത്തവ്യം. അതഹ എന്നുള്ളതിന്റെ എന്താ അർത്ഥം? വിചാരം. അതഹ്യ. അഥ രണ്ടാം പദത്തിന്റെ അർത്ഥം എന്താ? ശ്രവണ മനന. അങ്ങനെയല്ല, ഹേതുത്വാദന. എന്ത് ഹേതുവായതുകൊണ്ട്? പൂർവമീമാംസാ സിദ്ധാന്തത്തിലൂടെ പറയുന്നതോ അല്ലെങ്കിൽ കർമ്മകാണ്ഡ വിഷയങ്ങളോ നിത്യഫലം നൽകാത്തതിനാലും ബ്രഹ്മകാണ്ഡത്തിലൂടെ, അതായത് താദൃശ ശ്രുതികളിലൂടെ നിത്യഫലം പറയപ്പെട്ടതിനാലും ഇനിയാണ് ബാക്കി ചേർക്കേണ്ടത്. ബ്രഹ്മജിജ്ഞാസ കർത്തവ്യ. ആ ബ്രഹ്മജിജ്ഞാസ കർത്തവ്യം ഒന്നുകൂടി വ്യാഖ്യാനിക്കേണ്ടി വരും. അപരോക്ഷ ബ്രഹ്മജ്ഞാനത്തിനായിട്ട് ബ്രഹ്മവിചാര കർത്തവ്യ എന്നാണ് അന്വയിക്കേണ്ടത്. ഓക്കെ. അപ്പൊ അവിടെ നമ്മൾ അധ എന്നുള്ളതിന്റെ ഒന്നാം പദമായിരിക്കുന്ന അധ ശബ്ദത്തിന്റെ വ്യാഖ്യാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പറഞ്ഞത് ആനന്ദര്യാർത്ഥകമാണ്. നതു എന്തർത്ഥങ്ങളല്ലെന്ന് പറഞ്ഞു? മംഗളാർത്ഥമോ അല്ലെങ്കിൽ ആരംഭാർത്ഥമോ അല്ല. ആരംഭാർത്ഥമോ അല്ല, മംഗളാർത്ഥമോ അല്ല. പക്ഷേ അധശബ്ദം കേട്ടാൽ മംഗളം ഭവിക്കുന്നതായിരിക്കും. ഓങ്കാരശ്ച അധശബ്ദശ്ച ദ്വാവേദോ ബ്രഹ്മണപുര കണ്ഠം ഭിത്വാ വിനിർയാദോ തസ്മാത് മാംഗളികാവുഭൗ. തുടക്കത്തിൽ, അതായത് ബ്രഹ്മ ആരാ അവിടെ? ഹിരണ്യഗർഭൻ. ഹിരണ്യഗർഭൻ ആരാ? ഏകജീവിയല്ലേ? ആ ജീവി ഒരു ജാതി ജീവിയാണ്. പ്രജാപതി. പ്രജാപതിയും കണക്കാക്കാന്ന് മാത്രം. പ്രജാപതി ശബ്ദം കൊണ്ടും പറയും. ഞാൻ ചോദിച്ചത് അതിന്റെ സ്വരൂപം എന്താന്നുള്ളതാണ്. സകല സൂക്ഷ്മ ശരീര അഭിമാനി ജീവനാണ് ഹിരണ്യഗർഭൻ. സൂക്ഷ്മ ശരീരം കൊണ്ട് ഉദ്ദേശിച്ചതാ ലിംഗശരീരം. എത്ര എണ്ണം ചേർന്നതാ ലിംഗശരീരം? 17 കലകള്. ജ്ഞാനേന്ദ്ര പഞ്ചകം, കർമ്മേന്ദ്ര പഞ്ചകം, പ്രാണപഞ്ചകം 15ആയി ബുദ്ധിമനഃ. ഇതാണ് ഒരു ജീവന്റെ സൂക്ഷ്മ ശരീരം. ഇതിൽ പ്രതിബിംബിക്കുമ്പോഴാണ് ജീവസത്ത സിദ്ധിക്കപ്പെടുന്നത്. സ്ഥൂല ശരീരം ആവശ്യമൊന്നുമില്ല ജീവശുദ്ധിക്കായിട്ട്. ജീവൻ ഓരോരോ ശരീരം വരുന്നേരം ആ സ്ഥൂല ശരീരം ഭിന്ന ഭിന്നമായിരിക്കും. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ ദേവതകൾക്ക് പോലും സ്ഥൂല ശരീരമുണ്ട്, സൂക്ഷ്മ ശരീരം ഉണ്ട് എന്ന്. കാരണം വ്യവഹരിക്കണമെങ്കിൽ സ്ഥൂല ശരീരം ആവശ്യമാണ്. അല്ലാതെ നിങ്ങൾ കൊടുക്കുന്നതല്ല ജീവന്, ദേവതയ്ക്ക് പ്രാണൻ. ദേവതയ്ക്ക് പ്രാണൻ ആദ്യമേ ഉണ്ട്. മനസ്സിലായി? അതിനു വേണ്ടിയാണ് നമ്മൾ പ്രസംഗം ഉന്നയിച്ചത് തന്നെ. അപ്പോൾ ശാസ്ത്ര സിദ്ധാന്തം അറിയാമായിരുന്നെങ്കിൽ ഒരിക്കലും പറയത്തില്ല കല്ലിൽ ജീവൻ കൊടുത്ത ഞങ്ങളാണ്. ഇത് നിങ്ങളെ സെമറ്റിക് മതത്തിൽ അങ്ങനെ തന്നെയല്ലേ? കുറച്ച് മണ്ണെടുത്തിട്ട് അതിൽ ജീവൻ കൊടുത്തപ്പോൾ സബ്വേ ഉണ്ടായി അല്ലേ? ഈ പരിപാടി ഇങ്ങോട്ട് കൊണ്ടുവന്നതല്ലേ കല്ലില്? കല്ലിലേക്ക് പ്രാണം കൊടുത്തിട്ട് ജീവൻ. അത് നോക്കണം. കല്ല് ജഡമാണ്, പ്രാണൻ ജഡമാണ്. കല്ലിലേക്ക് പ്രാണം കൊടുത്താൽ ആ എവിടുന്നാണ് ചേതന സിദ്ധിക്കപ്പെടുക? ഇതേ ഈ ഓക്സിജൻ അല്ല പ്രാണൻ എന്നുള്ള സാധനം. ഓക്സിജൻ പ്രാണന്റെ, സൂക്ഷ്മ പ്രാണന്റെ സഹായി മാത്രമാണ്. അതുകൊണ്ട് സൂക്ഷ്മപ്രാണം വിട്ടു പോയാൽ പിന്നെ ഇവിടുന്ന് സിലിണ്ടറിൽ ഓക്സിജൻ വെച്ച് മൂക്ക് കയറ്റിയത് കൊണ്ട് പ്രത്യേകിച്ച് പ്രാണൻ അവിടെ നിലനിൽക്കുന്നില്ല. മനസ്സിലായോ? അതേപോലെ ഈ എന്താണ് അബ്രഹാമിന്റെ കഥയിൽ വരുന്നതാണ്. അതായത് അബ്രഹാമിന്റെ അച്ഛനല്ലേ തോറയ. ഇങ്ങേര് ബിംബങ്ങളുടെ സ്റ്റാച്യൂസിന്റെ കട നടത്തുകയാണ്. അപ്പൊ അങ്ങേര് അച്ഛൻ വെളിയിൽ പോയ സമയത്ത് അബ്രഹാം ആ കടയിൽ നിൽക്കുന്നുണ്ട്. ഒരാള് കടയിൽ വിഗ്രഹം വാങ്ങിക്കാൻ വരുന്നതാണ്. അപ്പൊ അങ്ങനോട് അബ്രഹാം, നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? 50 വയസ്സുള്ള നിങ്ങളാണോ 1 വയസ്സ് പോലും ആകാത്ത ഈ കല്ലിനെ പോയിട്ട് പൂജിക്കാൻ പോകുന്നത്? അതായത് കല്ലിനെ കല്ലായിട്ട് കാണണം എന്നുള്ളതായിരുന്നു അബ്രഹാമിന്റെ ഒരു. അപ്പൊ പ്രശ്നം എന്താ പറഞ്ഞാൽ കല്ലിലൂടെ ദേവതയെ ഉപാസിക്കാമെന്നല്ലാതെ നിങ്ങൾ പ്രാണം കൊടുത്ത് കല്ലിനെ ദേവതയാക്കാതെ പ്ലീസ്. ഇതിൽ വേറെ ഒരു കഥയും കൂടിയുണ്ട്. ഒരു ദിവസം അച്ഛൻ വെളിയിൽ പോയ സമയത്ത് മകൻ ബാക്കി എല്ലാണ്ണത്തിന്റെ കൈ തല്ലി ഒടിച്ചു കളയും. കയ്യെല്ലാം മൊത്തത്തിൽ തല്ലി ഒടിക്കും. എന്നിട്ട് ഒരു വടി എടുത്തിട്ട് അതിൽ ഏറ്റവും വലിയ ബിംബത്തിന്റെ അടുത്ത് കൊണ്ടുപോകും. വന്നപ്പം ചോദിക്കുന്നത് എന്താ? പറയും ഇവർ തമ്മിൽ അടിയായപ്പോൾ ഏറ്റവും മൂത്തവൻ ബാക്കി എല്ലാവരും തല്ലി ഒടിച്ചു. അത് അവന്റെ കയ്യിലാ വടിയുള്ളത്. അന്നപ്പോഴും നമുക്ക് പിന്നെയും കല്ലിൽ ജീവനും ദേവതയും അങ്ങനെയാണല്ലോ പഠിപ്പിച്ചത്. ഈ ഒരു സിദ്ധാന്തം ഒഴിവാക്കി കിട്ടാൻ അന്നേ അബ്രഹാമിക്കൽ സ്റ്റൈലിൽ ഇതൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും മഹാത്മാക്കൾ
ഈ കല്ലിലെ ദേവതാ ബുദ്ധി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ 21-ാം നൂറ്റാണ്ടിലും നമ്മുടെ വായുകേറിയ ഭഗവാൻ എന്തും വിളിച്ചു പറയാൻ ലൈസൻസ് തന്നുകൊണ്ട് വിളിച്ചു പറയും, ഞങ്ങളാണ് പ്രാണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നോർത്ത് ഇന്ത്യയിൽ കേരളത്തിലേക്ക് വന്നത്, അതുകൊണ്ട് ഞങ്ങളുടെ അവകാശങ്ങൾ സാധിച്ചു തരണം സാർ, പ്ലീസ് സാർ. കേട്ടു നിൽക്കേണ്ട ഗതികേട് എന്തുകൊണ്ട് വന്നു? വൈദികമായിരിക്കുന്ന വിചാരം അടുത്തൂടെ പോകാത്തതുകൊണ്ട്. ശാസ്ത്രത്തിൽ നമ്മുടെ ഉത്തരമീമാംസയില് ഈ കല്ലുകളെ ബിംബങ്ങളായിട്ട് എടുക്കുന്നത് പ്രതീകോപാസന സ്ഥലത്ത് വേണ്ടിയിട്ടാണ്. പ്രതീകോപാസന സ്ഥലത്ത് ബിംബങ്ങൾ മുഖ്യമല്ല, അതിലൂടെ ആരാധിക്കപ്പെടുന്ന ദേവനെ മുഖ്യമാകത്തുള്ളൂ. അപ്പൊ ഇത് കല്ല് മാത്രമാണ് എന്നുള്ളത് കൊണ്ടാണ് കല്ലിലൂടെ ദേവൻ ഉപാസിക്കപ്പെടുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നിങ്ങളുടെ അധശബ്ദം പിന്നെയും വരികയാണ് ഇവിടെ. ഇവിടെ ടീക്കയില് 29-ാമത്തെ പേജ്, ടീക്ക 3, 6, 7-ാമത്തെ പങ്ക്തിയില് ഫലസ്യ ഭാഷ്യപാഠത്തിൽ എന്തായിരുന്നു? പൂർവപ്രകൃത അപേക്ഷായാശ്ച ഫലതഃ ആനന്ദര്യ വ്യതിരേകാത്. അതായത് ഇപ്പോൾ ബ്രഹ്മസൂത്രം തുടങ്ങുന്നതിന് മുന്നേ ചില കാര്യങ്ങൾ, അതായത് ഇവിടെ അധ്യയനം ചെയ്യുന്നവന് ചില്ലറ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇങ്ങനെ ആയിരിക്കണം, അവൻ മാത്രമാണ് ഇവിടുത്തെ അധികാരി എന്നുള്ളത്. അധികാരിണ പ്രമിതി ജനകോ വേദ. അധികാരിക്ക് ജ്ഞാനം ഉത്പന്നമാക്കി കൊടുക്കുന്നതാണ് വേദം എന്ന് പറയും. ഇവിടെ ബ്രഹ്മാകാര വൃത്തിക്ക് ശേഷം പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, പക്ഷേ കർമ്മജ്ഞാനത്തിന് ശേഷം അനുഷ്ഠാനം അവശേഷിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ബ്രഹ്മകാണ്ഡത്തിന്റെ കർമ്മകാണ്ഡത്തിന്റെ വ്യത്യാസം. ജ്ഞാനകാണ്ഡത്തിൽ ജ്ഞാനാനന്തരം ഒന്നും ചെയ്യാനില്ല, കാരണം ജ്ഞാനി ആയതോടുകൂടി കർത്തൃത്വം നഷ്ടപ്പെട്ടാല് പിന്നെ കർമ്മം ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഇപ്പോൾ ഉണ്ടാവുന്ന ജ്ഞാനാനന്തര കർമ്മം ചെയ്യാൻ പറ്റും, കാരണം ആ കർമ്മം ജ്ഞാനത്തിന് അനുകൂലമാണ്. അങ്ങനെയാണെങ്കിൽ കർമ്മകാണ്ഡത്തിലെ എല്ലാ കർമ്മവും അല്ല, കർമ്മകാണ്ഡത്തിലെ കർമ്മത്തെ തന്നെ രണ്ടാക്കി മാറ്റും. കർമ്മകാണ്ഡത്തിലെ കർമ്മം സകാമമായിട്ടും ചെയ്യാം, നിഷ്കാമമായിട്ടും ചെയ്യാം. സകാമമായിട്ട് ചെയ്താൽ അവിടെ പറഞ്ഞ ഫലം കിട്ടും, നിഷ്കാമമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അന്ധക്കരണ ശുദ്ധിക്ക് ഫലമായി മാറും. അപ്പം ചോദിക്കും, ആരെങ്കിലും ഇത്രയും കഷ്ടപ്പെട്ട് നിഷ്കാമമായിട്ട് വ്രതപൂർണമായിരിക്കുന്ന കർമ്മം ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീട്ടിൽ അച്ഛനും അപ്പന്മാരും ഒക്കെ ചെയ്തു വന്നത് കണ്ടിട്ട് കുഞ്ഞന് സഹിക്കുന്നില്ലെങ്കിൽ ചെയ്തോ, ടീക്കേ, ഇല്ലെങ്കിൽ അത് വിട്ടുകളയും. നമ്മൾ ഈശാവാസ്യത്തിലേ പറഞ്ഞതാണ്, കടാക്ഷേണാഭി കർമ്മ അനവീക്ഷതേ എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? അന്നപ്പോഴാണ് അടുത്ത സെഷൻ വന്നാൽ നിങ്ങളുടെ സന്യാസം വരുന്നത്. സന്യാസിക്കും സംശയമാണ്, ഉപാസനയല്ലേ ഞങ്ങൾക്ക് പറഞ്ഞത്? അങ്ങനത്തെ ഉപദേശം കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ബ്രഹ്മകാന്ഡം പഠിക്കുക, അത് അവിടെ വെക്കുക, ബുക്ക് നാട്ടുകാരെ പഠിപ്പിക്കുക, നമ്മളിത് ചെയ്തേക്കരുത്, നമ്മൾക്ക് മണി കിളിക്കുക പരിപാടികളല്ലേ, പണ്ടത്തെ ശീലമല്ലേ, ഉപാസനയല്ലേ മുഖ്യം? അല്ല, ടീക്കേ. ബുദ്ധിയും വിവരവും ഉണ്ടെങ്കിൽ, വേദാന്തം മനസ്സിലാവുന്നുണ്ടോ എങ്കിൽ, വേദാന്തം എന്നുള്ള ഹയർ ലെവലിൽ വിട്ടിട്ട് ലോവർ ആയിരിക്കുന്ന ഉപാസന ചെയ്യാൻ പാടില്ല എന്ന് പറയും. ഇതിന് ഉദാഹരണം കൊടുക്കുക, കരൻ ലേഠീനിയായെന്ന് പറയും. ഒരു ലഡു കൊടുത്തു, കൈ കിട്ടിയ ലഡു കളഞ്ഞിട്ട് അതിന്റെ അംശം പറ്റിയത് നക്കിയിട്ട് പറയണം, വാ എന്താ ടേസ്റ്റ്. ഇങ്ങനെ ആയി പോകരുത് എന്നാ പറയുന്നത്. ടീക്കേ, മുന്നോട്ട് പോയവൻ പിന്നെ പിറകോട്ടേക്ക് വന്നേക്കരുത്. പിന്നെ മധ്യമ സന്യാസി എന്ന് പറഞ്ഞാൽ വേദാന്തം മനസ്സിലാവുന്നില്ല എങ്കിൽ അവന് ഉപാസന ചെയ്യാം എന്ന് നിങ്ങൾക്ക് എവിടെ കാണാം? ഹിരണ്യഗർഭ ഉപാസന വ്യാഖ്യാനം നടത്തുന്ന ബൃഹദാരണ്യകത്തിന്റെ അവസാന പാർട്ട് കാണാം. അപ്പം ഫലതഃ എന്നുള്ളതിന് നമ്മൾ ആദ്യം അർത്ഥം ചെയ്തിട്ടുണ്ട്, ഫലസ്യ എന്ന് ഷഷ്ടിയിലേക്ക് ചെയ്യണം അതിനെ. പഞ്ചമ്യന്തം, അതായത് സർവ വിഭക്തിക സസി വന്നു കഴിഞ്ഞാൽ അത് പഞ്ചമ്യന്തമോ ഷഷ്ടിയന്തോ എല്ലാം ചെയ്യാം. ठीक है. അപ്പൊ ഇവിടെ എന്ത് പറ്റും? അതിനെ പഞ്ചമെന്തം ചെയ്തു കഴിഞ്ഞാൽ ഫലതഃ എന്നുള്ളതിനെ ഫലസ്യാൻ ചെയ്തു. ഫലം എന്തായിരുന്നു? വിചാരം. അപ്പൊ വിചാരത്തിന്റെ പൂർവ്വപ്രകൃതമാണ് എന്ത്? സാധന ചതുഷ്ടയ സമ്പത്തി. കാരണം സാധന ചതുഷ്ടയ സമ്പന്നനാണ് ഇവിടുത്തെ അധികാരി. അന്നപ്പോൾ ആ പ്രകൃതമായിരിക്കുന്ന പൂർവ്വപ്രകൃതം എന്ന് പറഞ്ഞാൽ പ്രകരണ സമ്പത്തി എന്ന് അർത്ഥമുള്ളേ. നമ്മൾ ഇവിടെ സംസാരിച്ച് പോകുന്ന വസ്തുക്കളായിട്ട് ബന്ധപ്പെട്ടാന്നേ അർത്ഥമുള്ളൂ. അപ്പൊ അതിന്റെ പൂർവ്വത്തിൽ പ്രകൃതം എന്തായിരിക്കും? പ്രകരണത്തിലെ പൂർവ്വപ്രകൃതമാണ് സാധന ചതുഷ്ടയ സമ്പത്തി. പൂർവ്വപ്രകൃത അപേക്ഷയാശ്ച, പൂർവ്വപ്രകൃതമായിരിക്കുന്ന ഒരു വസ്തുവിന് മറ്റേതെന്തെങ്കിലും അപേക്ഷയുണ്ടെങ്കിൽ, പൂർവ്വപ്രകൃതമായിരിക്കുന്ന സാധന ചതുഷ്ടയത്തിന് വേറെന്തിന്റെ അപേക്ഷയുണ്ടെങ്കിൽ അത് ശരിക്ക് ആനന്ദന്റെ അർത്ഥത്തിലെ വരത്തുള്ളൂ. അതെന്തുകൊണ്ടാ? ധർമ്മജിജ്ഞാസയ്ക്ക് ശേഷം ബ്രഹ്മജിജ്ഞാസയ്ക്ക് മുൻപ് എന്തിരിക്കുന്നുണ്ട്? സാധന ചതുഷ്ടയം ഇരിക്കണം. അപ്പൊ അവ തമ്മിൽ കാര്യകാരണ ഭാവത്തിൽ ഇരിക്കുന്നത് കൊണ്ട് പൂർവ്വപ്രകൃതത്തെ അപേക്ഷിച്ചിട്ട് അധശബ്ദത്തിന് ആനന്ദര്യം എന്ന അർത്ഥം ചെയ്യാം. ഇതന്നെയാണ് ഇനിയും ഇവിടെ പറയുന്നത്. ഫലസ്യ
ഫലസ്യക്ക് അർത്ഥം പറഞ്ഞു വിചാരസ്യ പൂർവപ്രകൃത ഹേത്വപേക്ഷയാ ബലാദി യഥാർത്ഥാന്തരത്വം തസ്യ ആനന്ദര്യ അഭേദാത് ന പൃഥക് അധശബ്ദാർത്ഥത്വം ഇത് അധ്യാഹൃത്യ ഭാഷ്യം യോജനീയം. അധ്യാഹാരം ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ ഇല്ലാത്ത പദത്തെ കൊണ്ടുവന്ന് അന്വയിക്കുന്നതിനാണ് അധ്യാഹാരം എന്ന് പറയാം. അത് ചെയ്തിട്ട് ഇപ്പൊ അധ്യാഹാരം ചെയ്തിട്ട് എങ്ങനെയൊക്കെയാണ് ഫലത്തിന്റെ അർത്ഥം പറഞ്ഞ വിചാരം. അപ്പൊ വിചാരത്തിന്റെ പൂർവപ്രകൃത ഹേതുവിനെ അപേക്ഷിച്ചിട്ട്, പൂർവപ്രകൃത ഹേതുവാണ് സാധന സൃഷ്ടി സമ്പത്തി, അതിനെ അപേക്ഷിച്ചിട്ട് ബലാതീത അർത്ഥാന്തരത്വം, തീർച്ചയായിട്ടും ബലവത്തായിട്ട് ഒരു അർത്ഥാന്തരം വേണം അവിടെ, തീർച്ചയായും ഒരു അർത്ഥാന്തരം കയറി വരണം. തസ്യ ആനന്ദര്യാഭേദ, ആ അർത്ഥാന്തരം എന്നുള്ളത് ആനന്ദര്യത്തിൽ ഭിന്നമല്ല. അനന്തരം ഭവതീതി അനന്തരം വരുന്നതിനെയാണ് എന്ത് ആനന്ദര്യ അർത്ഥം എന്ന് പറയുന്നത്. ശരിക്കും അനന്തരത്തിന്റെ ഭാവമാണ് ആനന്ദര്യം. അനന്തരമായിട്ടിരിക്കുന്ന ഏതാണ്, അതിലിരിക്കും ആനന്ദര്യം. അപ്പൊ ആ ഹേതുവിന് ശേഷം വരുന്ന എന്താണോ അത് അനന്തര വസ്തു തന്നെയാണ്, അതിൽ ആനന്ദര്യം ഇരിക്കും. ആനന്ദര്യത്തിൽ ഭിന്നമായിട്ട് വരത്തില്ല. അഭേദാത് ന പൃഥക് അധശബ്ദാർത്ഥത്വം, അല്ലാതെ പൃഥക് എന്ന് പറഞ്ഞാൽ വേറെ തന്നെ എന്നർത്ഥം. വേറെ തന്നെ അധശബ്ദത്തിന് അർത്ഥം തരേണ്ട ആവശ്യമില്ല, അത് ആനന്ദര്യാർത്ഥത്തിലേ വരത്തുള്ളൂ. ഇത് അധ്യാഹൃത്യ ന പൃഥക് അധശബ്ദാർത്ഥത്വം എന്ന് അധ്യാഹാരം ചെയ്തിട്ട് ഭാഷ്യത്തെ അന്വയിക്കുക. യോജന എന്ന് പറഞ്ഞാൽ അന്വയിച്ച് മനസ്സിലാക്കണം എന്നർത്ഥം. യതുവാ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞാല് പൃഥകർത്ഥം എന്ന് അധ്യാഹാരം ചെയ്യാതെ തന്നെ അന്വയിക്കാം. അതെങ്ങനെ വരും? പൂർവപ്രകൃതി അർത്ഥേ അപേക്ഷ യസ്യാഹ അർത്ഥാന്തരതായാഹ തസ്യാ ഫലം ജ്ഞാനം തദ്വാര ആനന്ദര്യ അഭ്യതിരേകാത് തജ്ഞാനെ തസ്യാഹ ജ്ഞാനതോ അന്തർഭാവാത് ന അധശബ്ദാർത്ഥത ഇത്യർത്ഥഃ. ഇത് അന്വയിക്കുന്നത് ശ്രദ്ധിച്ചോ, പദങ്ങൾ അങ്ങോട്ടും പിടിച്ച് മാറ്റാൻ പോവുക. യസ്യാഹ അർത്ഥാന്തരതായാഹ പൂർവപ്രകൃതി അർത്ഥേ അപേക്ഷ, യാതൊരു അർത്ഥാന്തരത്തിന് പൂർവപ്രകൃതമായിരിക്കുന്ന അർത്ഥത്തെ അപേക്ഷയുണ്ടോ? യാതൊരു അർത്ഥാന്തരം എടുത്തോ, നിങ്ങൾ പറയാൻ ഒരു അർത്ഥാന്തരത എവിടെയുണ്ട്? അത് പൂർവപ്രകൃതമായിരിക്കുന്ന സാധന ചതുഷ്ടയത്തെ അപേക്ഷിക്കുന്നു എങ്കിൽ, എന്നിട്ട് പറയണം തസ്യാ ഫലം ജ്ഞാനം, ആ അർത്ഥാന്തരത്തിന്റെ ഫലം എന്തായിരിക്കും? തജ്ഞാനം. ഒരു വസ്തു ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ജ്ഞാനം ഉണ്ടാവും. അന്നപ്പോൾ ആ വസ്തുവിന്റെ അർത്ഥാന്തരമാണ് ജ്ഞാനം, അതിന്റെ ഫലമാണ് ജ്ഞാനം. തദ്വാര എന്ന് പറയാ ജ്ഞാനം വഴി അർത്ഥാന്തര അഭ്യതിരേക തദ്വാര ആനന്ദര്യ അഭ്യതിരേകാത്, ജ്ഞാനം വഴി അർത്ഥാന്തരവും ആനന്ദര്യത്തിൽ നിന്ന് ഭിന്നമല്ല. അതെന്തുകൊണ്ടാ? തജ്ഞാന് തസ്യാഹ ജ്ഞാനതോ അന്തർഭാവാത്, തസ്യാഹ ആ അർത്ഥാന്തരതയുടെയും അന്തർഭാവം എവിടെ വരും? ആനന്ദര്യത്തിൽ വരും. എങ്ങനെ? തജ്ഞാനേ ജ്ഞാനതോ അന്തർഭാവാത്, ജ്ഞാനം വഴി ജ്ഞാനതോ ജ്ഞാനേ അന്തർഭാവാത്. ഈ അർത്ഥാന്തരം ആയിരിക്കട്ടെ ആനന്ദര്യമായിരിക്കട്ടെ ഒരേ ജ്ഞാനത്തിന്റെ വിഷയമായി വരുന്നത് കൊണ്ട് എന്താണോ, അതായത് പൂർവപ്രകൃതമാണ് സാധന സൃഷ്ടി സമ്പത്തി, ഇനി വരേണ്ടത് അർത്ഥാന്തരമാണ്. ആ അർത്ഥാന്തരവും അതേപോലെ ആനന്ദര്യവും, നിങ്ങൾ ഏതൊരു അർത്ഥാന്തരത്തെ എടുക്കുന്നുവോ അത് ആനന്ദര്യത്തിന് ഭിന്നമല്ലാത്തത് കൊണ്ട് ആനന്ദര്യ ജ്ഞാനത്തിലൂടെ തന്നെ അർത്ഥാന്തരവും ഗ്രഹിക്കപ്പെടുന്നു എന്നുള്ളതിനാൽ ആനന്ദര്യവും അർത്ഥാന്തരവും തമ്മിൽ ഭേദം ഉണ്ടാവത്തില്ല. ഇവിടെ വേണമെങ്കിൽ അർത്ഥാന്തരത്തെ ആനന്ദര്യത്തെ ഭിന്നമാക്കി വെക്കാം, പക്ഷേ ജ്ഞാനം വഴി രണ്ടിനെ ഒന്നാക്കി മാറ്റാം. കാരണം ഏതൊന്നാണോ നിങ്ങൾ അർത്ഥാന്തരമായിട്ട് കൊണ്ടുവരുന്നത് അതും ആദ്യത്തേനെ സംബന്ധിച്ച് അനന്തര ഭാവിയാണ്. അപ്പൊ രണ്ടിന്റെയും ജ്ഞാനം വരുന്നത് കൊണ്ട്, അർത്ഥാന്തരത്തിന്റെയും ആനന്ദര്യത്തിന്റെയും ജ്ഞാനം ഉള്ളത് കൊണ്ട് അർത്ഥാന്തരത്തെയും നമ്മൾ ആനന്ദര്യ ജ്ഞാനം വഴി ഏകമാക്കി വെക്കാം. അല്ലെങ്കിൽ ഏതൊരു അർത്ഥാന്തരമുണ്ടോ അത് ആനന്ദര്യം തന്നെയായിരിക്കും. അതുകൊണ്ട് അർത്ഥാന്തരത്തിന്റെ ജ്ഞാനം തന്നെയാണ് ആനന്ദര്യത്തിന്റെ ജ്ഞാനം എന്നുള്ളതിനാൽ അർത്ഥാന്തരത്തെ ആനന്ദര്യമാക്കി വെക്കാം, ജ്ഞാനം വഴി എന്നർത്ഥം. അതുകൊണ്ട് ഇവിടെ നമുക്ക് പൃഥക് ശബ്ദാർത്ഥത്വം എന്ന് അധ്യാഹാരം ചെയ്തില്ലെങ്കിൽ അന്വയിക്കാമെന്ന് മാത്രം. അധശബ്ദാർത്ഥത, അതുകൊണ്ട് അധശബ്ദാർത്ഥത ഇല്ല. എവിടെ? അർത്ഥാന്തരത്തിൽ അധശബ്ദാർത്ഥത ഇല്ലെന്ന് അന്വയിക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കയറുകയാണ്. നനു ആനന്ദര്യ അർത്ഥത്വേപി ആനന്ദര്യസ്യ അവധി കഹ, അവധി എന്ന് പറഞ്ഞാൽ ഏതിനെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ആനന്ദര്യം പറയുന്നത്? അതിനുശേഷം ഇത്, അപ്പോൾ ഇത് വരണമെങ്കിൽ ഇതാണ് അനന്തരം. അപ്പോൾ ഏതിനെ അപേക്ഷിച്ചിട്ടാണ് ഈ അനന്തരം ആവുന്നത്? ആനന്ദര്യത്തിന്റെ അവധി എന്താണ്?
ഇത്തി ആശങ്ക്യ ആഹ എന്ന ആശങ്കയുള്ളപ്പോൾ അതിന് ഉത്തരം പറയാണ് ഭാഷ്യത്തില്. ഈ ഭാഷ്യം കാണും 29-ാം പേജ് ടോപ്പില്. സതിച്ച ആനന്ദര്യാർത്ഥത്വേ യഥാ ധർമ്മജിജ്ഞാസ പൂർവവൃത്തം വേദാധ്യയനം നിയമേന അപേക്ഷത ഏവം ബ്രഹ്മജിജ്ഞാസാഭി യത് പൂർവവൃത്തം നിയമേന അപേക്ഷതേ തത് വക്തവ്യം. സ്വാധ്യായ ആനന്ദര്യം തു സമാനം. സതിച്ച ആനന്ദര്യാർത്ഥത്വേ കസ്യ അധശബ്ദസ്യ ആനന്ദര്യ അർത്ഥം ആണ് എന്നിരിക്കെ എന്ന് പറഞ്ഞ അധശബ്ദത്തിന് അനന്തരം എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗം എന്നിരിക്കെ എവിടെയുള്ള അധശബ്ദമാണത്? സൂത്രത്തിലെ ആദ്യത്തെ പദമാണ് അഥ. അതിന് ആനന്തര്യം ആണ് അർത്ഥം എന്നിരിക്കെ ഇനി നമ്മള് ഏതിന്റെ അനന്തരം എന്നാണ് ഇനി തരാൻ പോകുന്നത്. യഥാ എപ്രകാരം ദൃഷ്ടാന്തം പറയാം. ധർമ്മജിജ്ഞാസയെ സംബന്ധിച്ച് എവിടെയാ ധർമ്മജിജ്ഞാസ? ജൈമിനിയ സൂത്രം തുടങ്ങുന്നത് അഥാത്തോ ധർമ്മജിജ്ഞാസ എന്നാണ്. ആ ധർമ്മജിജ്ഞാസയെ സംബന്ധിച്ച് നാട്ടോ ഉദ്ദേശിച്ചത്. ഇവരെ സംസാരിക്കുന്നത് തുടക്കക്കാരുടെ അടുത്തൊന്നും അല്ലല്ലോ. ഇതങ്ങ് എത്തിയ മൂത്ത ടീമിന്റെ അടുത്താണ് ധർമ്മജിജ്ഞാസ എന്ന് പറയുമ്പോഴേക്ക് അവർക്ക് ആ സ്ഥലം മനസ്സിലാവും എവിടെ കുറിച്ചാണ് ഈ പറയുന്നത് എന്നുള്ളത്. യഥാ എപ്രകാരം ധർമ്മജിജ്ഞാസയ്ക്ക് പൂർവവൃത്തമായിരിക്കുന്ന വേദാധ്യയനം നിയമേന അപേക്ഷതേ. അഷ്ടവർഷം ബ്രാഹ്മണം ഉപനിത തമ്മധ്യാപയേത, ഷോഡശവർഷം രാജന്യ ഉപനിത തമ്മധ്യാപയേത എന്ന നിയമം ഉള്ളത് കൊണ്ട് ബാലകനെ ഉപനയനം ചെയ്യിപ്പിച്ചിട്ട് ആര് ചെയ്യിക്കും? അച്ഛൻ ഉപനയനം ചെയ്യിച്ചിട്ട് മകനെ എവിടെ കൊണ്ടുചാക്കും? ഗുരുകുലത്തിൽ കൊണ്ടുചാക്കും. അവിടെ നിന്ന് 12 വർഷം അധ്യയനവും ചെയ്തിട്ട് തിരിച്ചു വരണം. പക്ഷെ അധ്യയനം ചെയ്ത ശേഷമാണ് എന്ത് കാണുന്നത്? പോകാൻ വരട്ടെ. ഇതിനെന്ത് ചെയ്യണം? അഥാതോ ധർമ്മജിജ്ഞാസ. അതായത് വേദോച്ചാരണമാണ് ആദ്യകാലത്ത് ഗുരുവിൽ നിന്ന് പഠിക്കുന്നത്. ഉച്ചാരണ അനുച്ചാരണം വേദാധ്യയന സാമാന്യാത് അധുനാധ്യയനം യഥാ. ഇപ്പോഴുള്ള അധ്യയനം പോലെ തന്നെ വേദാധ്യയനം എന്നുള്ളത് എല്ലാ കാലത്തും ഗുരുവിന്റെ ഉച്ചാരണത്തിന് ശേഷം കേട്ട് ഉച്ചരിച്ച് സ്വായത്തമാക്കുന്നതാണ്. അവിടെ കേവലം ഉച്ചാരണം നടത്തിയിട്ട് വിട്ടു പോകാൻ അവകാശമില്ല എന്നുള്ളതാണ് സത്യം. പിന്നെന്ത് വേണം? അപ്പോഴാണ് ധർമ്മജിജ്ഞാസ എന്ന് പറഞ്ഞിട്ട് ആ പൂർവകാണ്ഡത്തിലെ വിചാരം ആരംഭിക്കുന്നത്. അവിടെ ദേവത എന്താണ്, ഏത് ക്രമത്തിൽ ചെയ്യണം. നിങ്ങളുടെ ബ്രഹ്മകാണ്ഡത്തിനേക്കാൾ കൂടുതൽ സൂത്രമുള്ളതാണ്, അധികരണമുള്ളതാണ് എന്ത്? പൂർവമീമാംസയുടെ സൂത്രഭാഗം. അതായത് അതിന് ദ്വാദശ ലക്ഷണി എന്ന് പറയും. ലക്ഷണം എന്ന് പറഞ്ഞാൽ അധ്യായം നടത്തും. 12 അധ്യായത്തോടു കൂടെ ഉള്ളതാണ് എന്ത്? 16 എന്ന് പറയും. പക്ഷെ 12 പാദങ്ങൾ 555 ഉള്ളൂ. അവിടെ 2437 എന്ന് ചിലര് 31 എന്നൊക്കെ മതഭേദമുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ അവിടെ 915 അധികരണമുണ്ട്. ആ അധികരണത്തെ വെച്ചിട്ടാണ് നമ്മൾ 1000 അധികരണത്തോടു കൂടി എന്ന് പറയുന്നത്. 915 ഉള്ളത്. ഓക്കെ. ചിലർ സ്ഥലത്ത് 2742 എന്നും 2737 എന്നും 2731 എന്നൊക്കെ മതഭേദമുണ്ട് സൂത്രത്തിന്റെ കാര്യത്തിൽ. അത്രയും സൂത്രങ്ങളോട് കൂടിയാണ് നിങ്ങളെ പൂർവമീമാംസ ഉള്ളത്. ആ പൂർവമീമാംസ അധ്യയനം കഴിഞ്ഞ ശേഷമാണ് പുറത്തു പോകാൻ പാടുള്ളൂ എന്നാണ് വിധി. ആദ്യം ഉപനയനാനന്തരം നടക്കട്ടെ, എന്നിട്ടല്ലേ ബാക്കി. ഉപനയനാനന്തരം അധ്യയനത്തിന് പോകുന്ന പ്രശ്നമേ ഇല്ല. പോകുന്നത് എവിടെയാ? ബാക്കി എവിടെ അഡ്മിഷൻ കിട്ടിയിട്ടില്ലെങ്കിലാണ് സംസ്കൃത കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കുക. വളരെ കുറച്ച് പേര് മാത്രമാണ് അതിനെ തെരഞ്ഞു വരത്തുള്ളൂ. അതും കാശിയിലൊക്കെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അവിടെ പഠിപ്പിക്കുന്ന ആചാര്യന്മാര് വീട്ടിലായിരിക്കും. വീട്ടിൽ പോയിട്ട് പഠിക്കുന്ന ആൾക്കാരാണ് മുന്നേറുക. അല്ലാതെ മിക്കവാറും ആൾക്കാർ പല സ്ഥലത്തായിരിക്കും, പല സ്ഥലത്തും പോയിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്. പിന്നെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എഴുതിയാലും മാർക്ക് കിട്ടും, ജയിച്ചും പോകാറുണ്ട്. പിന്നെ ഈ യോഗി വന്ന ശേഷം കുറച്ചുകൂടി ടൈറ്റ് ആയത്, ഇല്ലെങ്കിൽ അതിന് ഒരു ഇതുമില്ലായിരുന്നു. ഇതിന്റെ മാത്രമല്ല, പൊതുവെ ബാക്കിയെല്ലാ എക്സാം അങ്ങനെ തന്നെയാണ്. അവിടെ പറയാണ് ധർമ്മജിജ്ഞാസ യഥാ ദൃഷ്ടാന്തം പറയാണ്. എപ്രകാരം ധർമ്മജിജ്ഞാസയ്ക്ക് പൂർവപ്രവൃത്തമായിരിക്കുന്ന വേദാധ്യയനം നിയമേന അപേക്ഷിക്കുന്നുവോ? ധർമ്മജിജ്ഞാസ അപേക്ഷിക്കുന്നുണ്ട് ഏതിനെ? വേദാധ്യയനത്തെ. അപ്പൊ വേദാധ്യയനം നടത്തിയിട്ടാണ് എന്ത് വരുന്നത്? ധർമ്മവിചാരം വരുന്നത്. ധർമ്മജിജ്ഞാസ എന്നുള്ള ധർമ്മവിചാരം നടത്തുന്നത്.
അപ്പൊ ധർമ്മവിചാരം അത് ഏതിനെ ആശ്രയിക്കുന്നുണ്ട്? അതിന്റെ തൊട്ട മുന്നേ നടന്നിരിക്കുന്ന വേദാധ്യയനത്തെ ആശ്രയിക്കുന്നുണ്ട്. അപ്പൊ വേദാധ്യയനം ചെയ്യാതെ ധർമ്മജിജ്ഞാസ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ധർമ്മജിജ്ഞാസയുടെ കാരണമാണ് എന്ത്? വേദാധ്യയനം. ഏവം ഇതേപോലെ ബ്രഹ്മജിജ്ഞാസാതി ബ്രഹ്മജിജ്ഞാസയും ഏത് പൂർവവൃത്തം നിയമേന അപേക്ഷതയെ, അതിന്റെ തൊട്ട മുമ്പ് ഏതാണോ ഉണ്ടായിരുന്നത് തീർച്ചയായിട്ടും നിയമേന അപേക്ഷത എന്ന് പറഞ്ഞാല് അതില്ലെങ്കിൽ പൂർവവൃത്തമായിരിക്കുന്ന ഇവിടെ പറയാൻ പോകുന്ന ഒരു കാര്യമുണ്ട്. അതില്ലെങ്കിൽ ഒരിക്കലും ബ്രഹ്മജിജ്ഞാസ സംഭവിക്കത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് നിയമേന അപേക്ഷത എന്ന് പറഞ്ഞത്. തത് വക്തവ്യം, അത് പറയണം, അതിനെക്കുറിച്ച് പറയണം. അല്ല സ്വാധ്യായം തന്നെ ആവാൻ പാടില്ലേ? സ്വാധ്യായാനന്തരമല്ലേ ധർമ്മജിജ്ഞാസ തുടങ്ങിയത്. അതേപോലെ സ്വാധ്യായാനന്തരം ധർമ്മജിജ്ഞാസ പോലെ തന്നെ ബ്രഹ്മജിജ്ഞാസ തുടങ്ങാൻ പാടില്ലേ? എന്ന് പറഞ്ഞാൽ ഒരേ അധികാരിക്ക് തന്നെയല്ലേ ഇതൊക്കെ പറഞ്ഞത്. ഞങ്ങൾക്ക് തന്നെ കർമ്മവും ചെയ്യാൻ, നമുക്ക് തന്നെ വിചാരവും നടത്താലോ. പറ, എവിടെ പോയി നിൽക്കുന്നു ചോദിക്കോ? കർമ്മി തന്നെ പറയാണ്, ഞങ്ങള് ചില സമയത്ത് തുടങ്ങും യാഗം, ठीक ദേവതകൾ സന്തുഷ്ടരായി, മഴ പെയ്തു, ജീവിതം മെച്ചപ്പെട്ടു, സമയമുള്ള സമയത്ത് ഞങ്ങൾ ബ്രഹ്മജിജ്ഞാസം തുടങ്ങിയേക്കാം. എങ്ങനെയുണ്ട് പരിപാടി? ഇടയ്ക്ക് ബ്രഹ്മജിജ്ഞാസ ഉണ്ടാവും, ഇടയ്ക്ക് ധർമ്മജിജ്ഞാസ ഉണ്ടാവും. നിങ്ങൾക്ക് എന്താ തകരാറ്? എന്താ തകരാറുണ്ടോ? തകരാറ് എന്താന്നുള്ളത് ഇപ്പം കാണിച്ചു തരാം. ठीक ആർക്കെങ്കിലും ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് രണ്ട് കൈ തന്നത് എന്തിനാ? ठीक അതേപോലെ ഇടയ്ക്ക് കർമ്മിയാവും, ഇടയ്ക്ക് ജ്ഞാനിയാവും. അപ്പം ഭാഷകാരൻ പറയാണ് സ്വാധ്യായ അനന്തരം തു സമാനം. സ്വാധ്യായത്തിന് ശേഷം എന്നുള്ളത് രണ്ട് സ്ഥലത്ത് സമാനമാണ്. അതുകൊണ്ട് സ്വാധ്യായത്തെ പുഷ്കല കാരണമായിട്ട് ഇവിടെ ഗണിക്കത്തില്ല. ठीक അതുകൊണ്ട് സ്വാധ്യായത്തിൽ നിന്നും ഭിന്നമായിരിക്കുന്ന ഒരു കാരണം പറയണം. സ്വാധ്യായം കാരണമായിരുന്നു എങ്കിൽ ധർമ്മജിജ്ഞാസ നടത്തി നോക്കണം. സ്വാധ്യായം കാരണമാകുന്ന സ്ഥലത്ത്, എവിടെ? ധർമ്മജിജ്ഞാസ സ്ഥലത്ത് സ്വാധ്യായത്തിന് ശേഷം ധർമ്മജിജ്ഞാസ ചെയ്യാതെ വെളിയിൽ പോകാൻ അവകാശമുണ്ടോ? ഇല്ല. അങ്ങനെയാണ് നിയമം. ചിലപ്പോൾ എന്ത് പറ്റുമെന്നോ നിങ്ങളെ ചാന്തോക്യത്തിൽ കാണുന്നില്ലേ? ഉഷസ്ഥി ചാക്രായണ പ്രശ്ന സ്ഥലത്ത് ഉഷസ്ഥി ചാക്രായണൻ ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുമ്പോൾ ठीक ഒരു യാഗസ്ഥലത്ത് എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഉഷസ്ഥി ചോദിക്കുന്നുണ്ട് മറ്റുള്ളവരോട്, നിങ്ങൾക്ക് ഇതിന്റെ ദേവതയെ അറിയോ? അറിയത്തില്ല എന്ന് പറയും. പറയും അറിയുന്ന എൻ്റെ അടുത്ത് അറിയാത്ത നിങ്ങളിരുന്ന് യാഗം ചെയ്തു കഴിഞ്ഞാൽ തലപൊട്ടിപ്പോകും മക്കളെ, മര്യാദയ്ക്ക് മാറുന്നോളാം. അങ്ങനെ എല്ലാവരും പേടിപ്പിച്ച് നിർത്തുന്ന നേരം പിള്ളേരോട് പറയും, പിള്ളേർ ചോദിക്കും ഒന്ന് പറഞ്ഞു തരുമെന്ന് പറയും. അറിയുന്ന ഒരാൾ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ, ഞാൻ പെർമിഷൻ തരാ ചെയ്തോളൂ എന്ന് പറയും. ഇത് കണ്ടു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും? തോന്നിയാസം ചെയ്യാം, ഇതിന്റെ ആവശ്യമില്ല, അത് അവിടത്തേക്ക് ആളുള്ളത് കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ठीक അല്ലാതെ ചെയ്യാൻ അവകാശമില്ല എന്ന് ഭാഷകാരൻ തൈത്തരീയ ഭാഷത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് ചെയ്തേ പാടുള്ളൂ എന്നാണ്. അല്ലാതെ പറ്റും ആസീതെന്ന് ലെഫ്റ്റും റൈറ്റും തിരിച്ചാൽ കരി നടക്കുന്നൊന്നുമില്ല. കാശിയുടെ ഗല്ലികളിൽ നമ്മുടെ ബൊമ്മകളെ ചില്ലിലിട്ട് വെക്കുന്ന പോലെ വെച്ചിട്ടുണ്ടാവും നാഭ്യാസീത്. ठीक പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് വഴിയിൽ തന്നെ നിന്നിട്ട് നാഭ്യാസീത് കളിക്കുന്നതാണ്. അപ്പൊ നോക്കിയോ, സ്വാധ്യായാനന്തരത്തു സമാനം. സ്വാധ്യായത്തിന് ശേഷം എന്നുള്ള സമാനമാണ്, പുഷ്കല കാരണമല്ല. ठीक നോക്കി, ഈ നിയമേന പൂർവവൃത്തം, പൂർവവൃത്തത്തിന് അർത്ഥം പറയുന്നത് പൂർവഭാവി, മുമ്പുണ്ടായിരുന്നത്. അസാധാരണ കാരണം പുഷ്കല കാരണം ഇതിയാവത്. അസാധാരണ കാരണത്തെ പറയണം എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ കാരണമാണ്, പുഷ്കല കാരണമാണ്. സ്വാധ്യായം എന്നുള്ളത് കാരണമാണ് എവിടെ? ബ്രഹ്മജിജ്ഞാസയ്ക്കും. സ്വാധ്യായം ഇല്ലാത്തവനൊന്നും ബ്രഹ്മജിജ്ഞാസയ്ക്ക് കയറി വരൂല, അത് മുന്നോട്ട് വരപ്പോ. പക്ഷെ അത് പുഷ്കല കാരണത്തെ പെടൂല എന്നുള്ളതാണ്. മൃത്തുണ്ട്, മൃത്ത് അവിടെ നിന്നിട്ട് ഘടായി മാറുമോ കുലാലനില്ലെങ്കിൽ? ഇല്ല. കുലാലനുണ്ട്, അവിടെ നിന്ന് ഘടമായി മാറുമോ കുലാലൻ? ഇല്ല. അപ്പോൾ പുഷ്കല കാരണം എന്ന് പറഞ്ഞാല് ഘടം ഉണ്ടാക്കാനുള്ള മൃത്തും വേണം, ചക്രവും വേണം, ദണ്ഡവും വേണം, കുലാലനും വേണം, വെള്ളവും വേണം, നൂലും വേണം, എങ്കിൽ മാത്രമേ ഘടം സമ്പന്നാവത്തുള്ളൂ. ഇതേപോലെ പുഷ്കല കാരണത്തിൽ കേവലം സ്വാധ്യായം പെടത്തില്ല, സ്വാധ്യായവും കാരണമാണ്. തദേവ അവധിരീതി വക്തവ്യം. ഏതാണ് പുഷ്കല കാരണം അതിനെ അവധിയായിട്ട് പറയണം. നനു അസ്തു ധർമ്മവിചാര ഇവ ബ്രഹ്മവിചാരേപി വേദാധ്യയനം പുഷ്കല കാരണം. അല്ല, ധർമ്മജിജ്ഞാസയ്ക്ക് പുഷ്കല കാരണമായിട്ട് വേദാധ്യയനം ഉള്ളതുപോലെ ബ്രഹ്മജിജ്ഞാസയ്ക്കും പുഷ്കല കാരണമായിട്ട് വേദാധ്യയനത്തെ കൊണ്ടുവരാൻ പറ്റത്തില്ലേ? അന്നപ്പോഴാണ് ഭാഷ്യകാലം പറഞ്ഞത് സ്വാധ്യായാനന്തര സമാനം. സ്വാധ്യായാനന്തരം രണ്ട് സ്ഥലത്ത് സമാനമാണ് എന്ന് പറയുന്നത് അർത്ഥം സ്വാധ്യായം ചെയ്തത് കൊണ്ട് മാത്രം ബ്രഹ്മജിജ്ഞാസയ്ക്ക് അധികാരി ആവുന്നില്ല.
അപ്പോൾ ആരോ ചെറിയ വിഭാഗം മാത്രമാണ് വേദാധ്യയനം നടത്തി കഴിഞ്ഞവരിൽ സ്വാധ്യായം നടത്തി കഴിഞ്ഞവരിൽ ബ്രഹ്മവിചാരത്തിന് അധികാരിയാവത്തുള്ളൂ. പക്ഷെ ഈ സ്വാധ്യായം ഈ ജന്മം തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അവിടെയാണ് പ്രശ്നം. ചില പറയത്തില്ലേ, ജ്ഞാനത്തിന്റെ ആവശ്യമുണ്ടോ, എന്താണ് വേദ അധ്യയനത്തിന്റെ ആവശ്യമുണ്ടോ ജ്ഞാനം ഉണ്ടാവാൻ? അതെന്തുകൊണ്ടാ? ഞങ്ങളെ ഗുരുവിന് ജ്ഞാനം ഉണ്ടായിട്ടുണ്ടല്ലോ, ഇതൊന്നും ഇല്ലാതെ. നിന്റെ ഗുരു ജ്ഞാനിയാണെന്ന് ആരാ പറഞ്ഞേ? ഇതാണ് ചോദ്യം. ഒരു പ്ലക്കാർഡായിട്ട് വരുന്നത് ജ്ഞാനി ഗുരുവാണ്, ഞങ്ങളെ ഗുരു തല്ലാൻ പാടില്ല, ഒരു ശബ്ദം പോലും പുറപ്പെടുവിക്കാൻ പാടില്ല ഞങ്ങളെ ഗുരുവിനെതിരെ, ഞങ്ങൾക്ക് വേദനിക്കും. ഓക്കെ, നമ്മൾ തിരിച്ചു ചോദിക്കുന്നത് നിന്റെ ഗുരു ജ്ഞാനിയാണെന്നുള്ളതിന് സർക്കാർ പ്രമാണം തന്നിട്ടുണ്ടോ, അല്ല നിങ്ങളായിട്ട് പ്രമാണം എഴുതിയുണ്ടാക്കിയതാണോ? അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല, ടീക്കയിലേക്കൊന്നു. സമാനം ബ്രഹ്മവിചാരേ സാധാരണ കാരണം. സമാനത്തിന് അർത്ഥം പറയാണ് സാധാരണ കാരണമാണ്. എവിടെ? ബ്രഹ്മവിചാരത്തിലും. ആര്? സ്വാധ്യായം എന്നുള്ളത്. ന പുഷ്കല കാരണം വ്യത്യാർത്ഥ, പുഷ്കല കാരണം സമ്പൂർണ്ണ കാരണമായിട്ട് മാറത്തില്ലത്. നനു സംയോഗ പ്രദക്ത ന്യായേന യജ്ഞേന ദാനേന തപസാ നാശികേന ഇത്യാദി ശ്രുത്യ യജ്ഞാദി കർമാണി ജ്ഞാനായി വിധീയന്തെ ഇതി സർവാപേക്ഷാധികരണേ ഭക്ഷ്യത്തെ. അതായത് നിങ്ങളുടെ കർമ്മം ജ്ഞാനത്തിന് കർമ്മം ജ്ഞാന കാരണമാണ് എന്നുള്ളത് അറിയാലോ. കർമ്മം മോക്ഷ കാരണമല്ലേ? അല്ല. അല്ല. കർമ്മം ജ്ഞാന കാരണമാണോ? അതെ. അപ്പൊ കർമ്മം കൊണ്ട് മാത്രം ജ്ഞാനം കിട്ടൂലേ? ഇല്ല. പിന്നെ എങ്ങനെയാ കർമ്മം ജ്ഞാന കാരണമായത്? കർമ്മത്തിലൂടെ ചിത്തശുദ്ധിയും അതിലൂടെ ജ്ഞാനം പ്രാപിക്കും. ചിത്തശുദ്ധി വന്നിട്ട്, ചിത്തശുദ്ധി വന്നവന് എന്ത് പറ്റത്തുള്ളൂ? അധ്യയനം പറ്റത്തുള്ളൂ. കാരണം ഇവിടെ മനസ്സിലാക്കുക എന്നുള്ള ചിത്തശുദ്ധി ഉണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. ബുദ്ധിയുടെ സാമർഥ്യമില്ലേ. അവൻ എന്ത് ചെയ്യാം? വിചാരം ചെയ്തിട്ട്, ശ്രവണം നടന്നവന് വിചാരം ചെയ്ത് ജ്ഞാനത്തിലെത്താം. അപ്പൊ അവിടെ നിങ്ങളുടെ ഒരു സൂത്രമുണ്ട്, സർവാപേക്ഷാദി യജ്ഞാദി ശ്രുതിരശ്വത്. അശ്വം, കുതിര വയലില് ഉഴുതു മറിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റത്തില്ല, പക്ഷെ ഗമനത്തിന് ഉപയോഗിക്കാം, അല്ലേ? അതേപോലെ കർമ്മം മോക്ഷത്തിന് ഉപയോഗിക്കത്തില്ല, പക്ഷെ ജ്ഞാനത്തിന് ഉപകരിക്കും. ഇതാണ് ഉദ്ദേശം. സർവാപേക്ഷ, സർവേഷാം ആശ്രമകർമ്മണാം അപേക്ഷ, സകല ആശ്രമകർമ്മങ്ങളുടെ അപേക്ഷയുണ്ട്. എന്തിന്? ജ്ഞാനോത്പത്തിക്കായിട്ട്. ഏതുപോലെ? യജ്ഞാദി ശ്രുതേഹ് ബ്രാഹ്മണ വിയുദിഷന്തി യജ്ഞേന ദാനേന തപസാ അനാശകേന. അനാശകൻ എന്ന് പറയാൻ കാരണം ശരീരത്തിന് കുഴപ്പമുണ്ടാക്കുന്ന ഒറ്റക്കാലിൽ നിൽപ്പ്, ഭക്ഷണമില്ലാതെയുള്ള ഇരുപ്പ് ഇതൊന്നും ചെയ്യാൻ പാടില്ല. മെനക്ക് ഫുഡൊക്കെ എടുത്തിട്ട് നിരുന്നിട്ടില്ലേ അനുകൂലമായിരിക്കുന്ന തപസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. ബ്രാഹ്മണ വിവിധിഷന്തി, മുമുക്ഷുക്കൾ വേദതും ഇച്ഛന്തി വിവിധിഷന്തി. എങ്ങനെ? യജ്ഞേന ദാനേന തപസ, യജ്ഞം കൊണ്ടും ദാനം കൊണ്ടും തപസ് കൊണ്ടും. എല്ലാ സത്കർമ്മങ്ങളും അന്ധക്കരണ ശുദ്ധിക്ക് കാരണമാണ്. ചിലർ ചോദിക്കും, ഇത് ചെയ്യാൻ പാടുണ്ടോ, അത് ചെയ്യാൻ പാടുണ്ടോ? അതായത് ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കാത്തമാരത് ചോദിക്കത്തുള്ളൂ. ശരി, പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കാത്തതിന്റെ അടുത്ത് നിന്ന് നമ്മൾ എങ്ങനെ അന്നദാനം മനുഷ്യനെ കൊടുക്കുന്നത് പ്രതീക്ഷിക്കുന്നുള്ളതാണ്. ചിലർ അങ്ങനെ ചെയ്യും കേട്ടോ. മനുഷ്യനെ കൊടുത്താൽ പുണ്യം കിട്ടുന്നതുകൊണ്ട് ഞാൻ ചെയ്യും. എന്തുകൊണ്ടാ? പുണ്യം കിട്ടുന്നത് കൊണ്ട്, അല്ലാതെ മറ്റുള്ളവൻ വിശക്കുന്നത് കൊണ്ട് എന്നില്ലാതെ പോകുന്നത് കഷ്ടമാണ്. അന്നം എന്നുള്ളത് ഏത് പ്രാണനും വേണ്ടിയിട്ടുള്ളതാണ്. ഓരോ പ്രാണനും, അതിപ്പം ചെറിയ പ്രാണൻ വലിയ പ്രാണൻ എന്നൊന്നുമില്ല, എല്ലാവർക്കും അന്നം വേണം. അന്നം ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അത് തന്നെ ഒരു പ്രാണൻ മറ്റൊരു പ്രാണിയെ ഭക്ഷിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. പ്രാണൻ പ്രാണന്റെ ആഹാരമാണ്. അതൊന്നും ഒരിക്കലും നിഷേധിക്കാൻ പറ്റത്തില്ല. അതൊക്കെ ഉപനിഷത്തിലുള്ളത് തന്നെയാണ്. പ്രാണനെ തിന്നാണ് മറ്റൊരു പ്രാണൻ ജീവിക്കുന്നത്. അപ്പോൾ എന്താ പറയുന്നത്? സംയോഗപ്രദക്ത ന്യായം. നിങ്ങൾക്ക് അടുത്ത പേജിൽ വരൂ. ഇപ്പോൾ സംയോഗപ്രദക്ത ന്യായക്കുറിച്ച് ഏകസ്യത്ത് ഉഭയാർത്ഥത്തെ സംയോഗപ്രദക്തം എന്ന് പറയും. ഒരു വാക്യം രണ്ടർത്ഥത്തെ പറയുന്നു എങ്കിൽ അവിടെ വാക്യത്തെ നമ്മൾ ഭേദം ചെയ്യും. ശരിക്ക് സംഭവതി ഏകവാക്യത്തെ വാക്യഭേദസ്യ അന്യായത്വാതെന്നാണ്. ഒരൊറ്റ അർത്ഥം ആ വാക്യത്തിലൂടെ സിദ്ധിക്കുമെങ്കിൽ വാക്യത്തിനെ രണ്ടർത്ഥം ചെയ്തിട്ട് വാക്യത്തെ ഭിന്ന ഭിന്നാക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ ചില സ്ഥലത്ത് നമുക്കതങ്ങനെ ആക്കേണ്ടി വരാറുണ്ട്. ഇവിടെ വേറെ ദൃഷ്ടാന്തമാണ് പറയുന്നത്. അതായത് രണ്ട് സ്ഥലം പറയും. അതായത് ഉപരി അധസ്ഥാ സമിതം ധാരയനുദ്രവേ ഉപരി ദേവേഭ്യോ ധാരയതി എന്നുള്ള സ്ഥലത്ത് ഹവനദ്രവ്യത്തെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരു കഷ്ണം മരക്കഷ്ണത്തെയാണ് സമിത്ത് എന്ന് പറയുന്നത്. സമിതിനെ അധസ്ഥാ ധാരയന അനുദ്രവേത്, താഴെ വെച്ചിട്ട് വേണം ഹവനദ്രവ്യത്തെ കൊണ്ടുപോകാൻ. ഉപരിഹി ദേവേഭ്യോ ധാരയതി, ദേവതാ കർമ്മമാണെങ്കിൽ ആ
മരക്കഷ്ണം നമ്മൾ പൊക്കത്ത് വെച്ചുകൊണ്ട് പോകണം. ഇത് സത്യത്തില് പൊക്കത്താണോ താഴെയാണോ വെക്കേണ്ടതെന്നൊരു സംശയം വരും. അധസ്ഥാ സമിതം ധാരേന അനുദ്രവേദം എന്ന് പറഞ്ഞത്. ശരിയേ? അപ്പം ഇതിനെന്ത് ചെയ്യുന്നു പറഞ്ഞാല് രണ്ടർത്ഥം പറയുന്നത് കൊണ്ട് വാക്യത്തെ ഭിന്നമാക്കിക്കളെ. ദേവതാ കണ്ട സ്ഥലത്ത് സമിത്തിന് പൊക്കത്തും അല്ലെങ്കിൽ പ്രേതാദി സ്ഥലത്ത് താഴെയാക്കി മാറ്റും. ഇങ്ങനെ ഒരേ വാക്യത്തിന്റെ രണ്ടാക്കാറുണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്യം വേറെയാണ്. അതായത് മൊത്തം വേദത്തെ നമ്മൾക്ക് ജ്ഞാനാനുകൂലമാക്കി മാറ്റാം. അതായത് കർമ്മകാണ്ഡത്തിന്റെ ഉദ്ദേശം ആ കർമ്മം സകാമമായിട്ട് ചെയ്താൽ സ്വർഗാദി ഫലം, നിഷ്കാമമായിട്ട് ചെയ്താൽ ജ്ഞാനം ഫലം. എങ്ങനെ? അന്ധക്കരണ ശുദ്ധി വഴി. ഈ രീതിയിൽ മൊത്തം വാക്യത്തെ നമുക്ക് എന്താക്കി മാറ്റാം? ജ്ഞാന വേദാന്തപരമാക്കി മാറ്റാം. നമ്മൾ പറയാറ് വേദാന്താനാമശേഷാണ് എന്ന. ഏത്? ആദിമധ്യാവസാനേഷു ബ്രഹ്മാത്മ നിവത്ത അത്തരം ഇതിഥി ശ്രവണം ഭവേത്. അവിടെ നമ്മൾക്ക് ബ്രഹ്മാകാര വൃത്തിക്ക് വേണ്ടതായത് കൊണ്ടാണ് വേദാന്തത്തെ മാത്രം എടുക്കുന്നത്. പക്ഷെ ഇവിടെ ഇപ്പോൾ വേദത്തെ സമ്പൂർണ്ണമാക്കി എടുക്കും. സമ്പൂർണ്ണ വേദവും എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞ കർമ്മം പോലും നമ്മൾക്ക് ജ്ഞാനത്തിന് അനുകൂലമായി മാറും. സംയോഗ പൃഥക്ത, ഇതിനാണ് സംയോഗം എന്ന് പറഞ്ഞാൽ വാക്യം എന്നർത്ഥം. വാക്യത്തിന്റെ പൃഥക്തമാണ്, രണ്ടാക്കി മാറ്റുകയാണ്. മനസ്സിലായല്ലോ? രണ്ടർത്ഥമാക്കി എടുക്കാൻ പറ്റും. സകല വേദങ്ങളും ജ്ഞാനാനുകൂലങ്ങളാണ്. ആ വേദത്തിൽ തന്നെ കർമ്മകാണ്ഡത്തെ കാമനോടുകൂടി ചെയ്താൽ സ്വർഗാദി ഫലത്തിനുമായിട്ട് മാറും. ഇനി പറയാണ്, ഇതൊരു ന്യായമാണ്. സംയോഗ പൃഥക്ത ന്യായത്തിനനുസരിച്ച് ശ്രുതി ഏതാണ്? യജ്ഞേന ദാനേന തപസാനാശകേന. അപ്പൊ യജ്ഞ, ദാന, തപസ് ഇതെല്ലാം തന്നെ എന്തിന് കാരണമായി മാറും? ജ്ഞാനത്തിന് കാരണമായി മാറും. യജ്ഞാദി കർമാണി ജ്ഞാനായി വിധിയന്തി. സകല യജ്ഞങ്ങളും ജ്ഞാനത്തിനായിട്ട് വിധിക്കുന്നുണ്ട്. യജ്ഞേന ദാനേന എന്നുള്ള ശ്രുതിയാല് അവിടെയുള്ള ന്യായമാണ് സംയോഗപൃഥക്ത ന്യായം. ഇതുവഴി സർവപേക്ഷാധികരണ ഭക്ഷതി. സർവപേക്ഷാധികരണം ഉദ്ദേശിച്ചത് സർവാപേക്ഷാദി യജ്ഞാദി ശ്രുതി രശ്യവത് എന്നുള്ള സൂത്രത്തിലൂടെ വരുന്ന അധികരണം ഉണ്ടല്ലോ, അതിലൂടെ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കും. എന്നപ്പോ എന്താ അർത്ഥം പറയുന്നത്? സകല വേദാധ്യയനവും ജ്ഞാനത്തിനായിട്ട് മാറുന്നുണ്ടല്ലോ. തഥാച പൂർവതന്ത്രേ തത് അവബോധ പുഷ്കല കാരണം ഇത് ശങ്കതി. അങ്ങനെയായതിനാൽ പൂർവതന്ത്രത്തിലൂടെ പൂർവതന്ത്രത്തിലൂടെയുള്ള തദവബോധം എന്നുള്ള കർമ്മത്തിന്റെ ജ്ഞാനം പുഷ്കല കാരണമായി മാറുമല്ലോ. അപ്പൊ കർമ്മത്തിന്റെ ജ്ഞാനമാണ് പുഷ്കല കാരണം, സമ്പൂർണ്ണ കാരണം. ആ വേദാധ്യയനം നടത്തിയവന് വേദത്തിന്റെ ജ്ഞാനം ഉള്ളത് കൊണ്ട് അവൻ തന്നെ ആയിരിക്കുമല്ലോ ബ്രഹ്മജിജ്ഞാസയുടെ അധികാരിയായി മാറുന്നത് എന്നാണ് ചോദ്യം. എന്ന് പറഞ്ഞാൽ രണ്ടും നമുക്ക് തന്നെയാണ്, നമ്മൾ ചെയ്തോളും. ഈ ഒരു ശങ്ക ആദ്യം കാണും. 30-ലായിരുന്നു എന്നുള്ളത് 29-ലേക്ക് കൂടും. നനു ഇഹ കർമ്മ അവബോധ അനന്തര്യം വിശേഷ. ഇഹ എന്ന് പറയുന്ന ബ്രഹ്മജിജ്ഞാസയ്ക്ക് കർമ്മ അവബോധം എന്നുള്ളതാണ് ആനന്തര്യമായിട്ട് ഭവിക്കുന്നത്. അതായത് ധർമ്മജിജ്ഞാസയ്ക്ക് എന്താണ് അനന്തരം വേണ്ടത്? പറ. ധർമ്മജിജ്ഞാസ സ്ഥലത്ത് മുമ്പുണ്ടായിരുന്ന കാരണം ഏതാ? ഏതിനനന്തരമാണ് ധർമ്മജിജ്ഞാസ വരുന്നത്? വേദ അധ്യയനമേ ഉള്ളൂ. വേദ അധ്യയനത്തിൽ നിന്ന് എന്ത് മനസ്സിലായി? കർമ്മത്തെക്കുറിച്ച് മനസ്സിലായി. ആ കർമ്മമാണ് ബ്രഹ്മവിചാരത്തിന് കാരണമായി മാറുന്നത്. അപ്പോൾ കർമ്മ അവബോധം, കർമ്മമല്ല കർമ്മത്തിന്റെ ജ്ഞാനം, കർമ്മജ്ഞാനം ഉണ്ടായില്ലേ, ആ കർമ്മജ്ഞാനമാണ് ബ്രഹ്മവിചാരത്തിന് കാരണമായി മാറുക. അപ്പോൾ ബ്രഹ്മവിചാരത്തിന്റെ പുഷ്കല കാരണം ആരായി? കർമ്മല്ല, കർമ്മജ്ഞാനം. ടീക്കേ, ഇത് പൂർവപക്ഷിയുടെ അഭിപ്രായമാണ്, സിദ്ധാന്തിയുടെ അഭിപ്രായമല്ല. നനു, പൂർവപക്ഷി ചോദിക്കുകയാണ്, ഇഹ ബ്രഹ്മജിജ്ഞാസയ്ക്ക് കർമ്മ അവബോധ ആനന്തര്യം വിശേഷ. കർമ്മ അവബോധത്തിന്റെ ആനന്തര്യം എവിടെയുണ്ട്? ബ്രഹ്മജിജ്ഞാസയ്ക്കുണ്ട്. ഇതാണ് വിശേഷം. ഇതെവിടെ ഇല്ല? ഈ ഒരു ആനന്തര്യം ധർമ്മജിജ്ഞാസ സ്ഥലത്തില്ല. ധർമ്മജിജ്ഞാസ സ്ഥലത്തുള്ള ആനന്തര്യം വേദ അധ്യയനം മാത്രമാണ്. കർമ്മ അവബോധം ആനന്തര്യമായിട്ട് വരത്തില്ല. അതുകൊണ്ട് പുഷ്കല കാരണമാണെന്ത്? കർമ്മജ്ഞാനം, കർമ്മ അവബോധം, കർമ്മജ്ഞാനം. കർമ്മജ്ഞാനമാണ് ഇവിടുത്തെ പുഷ്കല കാരണമായി മാറുന്നത്. അങ്ങനെ ഒരു കർമാവബോധ ആനന്തര്യം ബ്രഹ്മജിജ്ഞാസയ്ക്ക് വരുമല്ലോ എന്ന് പൂർവപക്ഷയുടെ അഭിപ്രായമാണ്. ഇനി ടീക്കയിൽ ഇതിന്റെ ഭാഗം നോക്കുക. ഇഹ അർത്ഥം പറയാണ് ബ്രഹ്മജിജ്ഞാസായാം വിശേഷോ. എന്താർത്ഥം? അസാധാരണം കാരണം. ബ്രഹ്മജിജ്ഞാസ സംബന്ധിച്ച് അസാധാരണ കാരണമാണ് ആര്? കർമ്മജ്ഞാനം. ഇനി നിങ്ങൾ മുമ്പ് പറഞ്ഞിരിക്കുന്ന സംയോഗപൃഥക്ത ന്യായം ഉണ്ടല്ലോ, അതിനെ വിശദീകരിക്കുകയാണ്. അതുകൊണ്ടാണ് ബ്രാക്കറ്റിൽ ഇട്ടത്. ഇതെല്ലാ ബുക്കിലും ഇല്ല, ഇവിടെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ.
ഏകസ്യത്ത് ഉഭയാർത്ഥത്വേ സംയോഗപൃഥക്ത്വം ഇത് ജൈമിനി സൂത്രം. ജൈമിനി 435 സൂത്രാണിത്. ഏകസ്യ ഉഭയാർത്ഥത്വേ, ഒരു വാക്യം രണ്ട് അർത്ഥത്തെ, ഭിന്ന ഭിന്ന അർത്ഥത്തെ പറയുന്നുണ്ടെങ്കിൽ സംയോഗസ്യ പൃഥക്ത്വം, സംയോഗപൃഥക്ത്വം, സംയോഗം എന്ന് പറഞ്ഞ വാക്യത്തെ ഭേദം ചെയ്യണം എന്നുള്ളതാണ് ജൈമിനി സൂത്രം. ഇതിന്റെ അർത്ഥം എന്താ? തദർത്ഥസ്തു, അതിന്റെ അർത്ഥമായിരിക്കട്ടെ, ഇഹ ഏകസ്യ കർമ്മണഃ ഉഭയാർത്ഥത്വേ, ഒരു കർമ്മം തന്നെ രണ്ടർത്ഥമായി മാറുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അനേക ഫലസംബന്ധേ, സംയോഗ എന്ന് പറഞ്ഞാൽ ഉഭയസംബന്ധ ബോധകം വാക്യം, സംയോഗം എന്ന് പറഞ്ഞ വാക്യം എന്നർത്ഥം, തസ്യ വാക്യസ്യ പൃഥക്ത്വം എന്ന് പറഞ്ഞ ഭേദ സ ഹേതുഹു, ആ ഭേദമാണ് പൃഥക്ത്വം ചെയ്യാനുള്ള കാരണമാണ്. ശരിക്കത് സഹ ഭേദ ഹേതു. ഇവിടെ പുല്ലിംഗം വരാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. കാരണം ഉഭയാർത്ഥം വരുമ്പോൾ, ഉഭയാർത്ഥം ഏകസ്യ കർമ്മണ ഉഭയാർത്ഥത്വേ അനേക ഫലകത്വേ, ഒരു കർമ്മം അനേകാർത്ഥമായി കഴിഞ്ഞാല് വാക്യത്തിന് പൃഥക്ത്വം ചെയ്യണം, വാക്യഭേദം ചെയ്യണം. അപ്പൊ വാക്യഭേദത്തിന്റെ, ശരിക്കും വാക്യഭേദത്തിന്റെ കാരണമാണ് എന്ത്? ഉഭയാർത്ഥത്വം അല്ലേ? വാക്യഭേദം ചെയ്യാൻ എന്ത് കാരണമായി? വാക്യത്തിന് രണ്ടർത്ഥം എന്നുള്ളത് കാരണമായി. അപ്പൊ വാക്യഭേദത്തിന്റെ കാരണമാണ് ഉഭയാർത്ഥത്വം എന്നുള്ളത്. ഇങ്ങനെ ചെയ്യാം. സഹ ഹേതുഹു എന്നുള്ളത് ഹേതുവായിട്ട് അന്വയിച്ച് കളയാം സഹശബ്ദത്തെ. ഉഭയാർത്ഥത്വം ഹേതുഹു എന്ന് വേറെ പറയണം. ഉഭയാർത്ഥത്വമാണ് വാക്യത്തിന്റെ, കർമ്മത്തിന്റെ ഉഭയാർത്ഥത്വമാണ്. ചില സ്ഥലത്തെ ഏകസ്യ എന്നുള്ളത് ഏകസ്യ എന്നുള്ളത് വാക്യസ്യ എന്ന് വരാറുണ്ട്. ഒരു വാക്യം തന്നെ രണ്ടർത്ഥം പറയുമ്പോൾ അത് ഇവിടെ കൊണ്ടുവച്ച് വെക്കുന്ന ഞാൻ ആദ്യം ഒരു ഉദാഹരണം പറഞ്ഞില്ലേ, ഏത്? അധസ്ഥ സമിതം ധാരീന അദ്രവി ദേവേഭ്യ ധാരീതി. ആ വാക്യത്തിന് തന്നെ രണ്ടർത്ഥമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ വാക്യത്തെ കാണുന്ന രീതിയിൽ വാക്യമാക്കാതെ നമ്മൾ ഒരു സെന്റൻസ് എന്നുള്ളത് മൊത്തത്തിൽ ഒരു ക്രിയാപദം അവസാനിപ്പിക്കുമ്പോഴാണ് ഇതെന്ത് ചെയ്തു? അർത്ഥത്തിൽ പറയുന്നത് കൊണ്ട് രണ്ടായി കളയുന്നതാണ്. ക്രിയ ഒറ്റെന്നേ ഉണ്ടാക്കുള്ളൂ. ധാരീതി എന്നുള്ള ക്രിയയേ ഉള്ളൂ. അധസ്ഥാത് സമിതം ധാരീൻ അനുദ്രവേത് ഒരു ഹി ദേവ ധാരീതി. അനുദ്രവേത് എന്നുള്ളത് കൊണ്ട് അത് അങ്ങനെ മാറ്റാം. ഒരു സ്ഥലത്തെ താഴെ വെച്ച് കൊണ്ടുപോകണം മരക്കഷ്ണത്തെ, ഒരു സ്ഥലത്താണെങ്കിൽ മുകളിൽ വെച്ച് കൊണ്ടുപോകും. ദേവതകൾക്കാണെങ്കിൽ ഹവിസിന്റെ പൊക്കത്ത് വെച്ച് കൊണ്ടുപോകും. അവിടെയും നമ്മൾ എന്താ ചെയ്തത്? ഏകസ്യ എന്ന് രണ്ട് സ്ഥലത്ത് കർമ്മണ എന്ന് അർത്ഥം ചെയ്യാലോ അല്ലെ? അപ്പോൾ രണ്ട് കർമ്മമാണെങ്കിൽ ഏകസ്യ കർമ്മണ ഉഭയാർത്ഥത്വം പറ്റൂല. അത് അവിടെ അത് ഏകസ്യ കർമ്മണ എന്ന് വരില്ല. ഒറ്റ കർമ്മമല്ല, രണ്ട് കർമ്മമാണ്. ഓക്കെ. അപ്പൊ ഇതുകൊണ്ടാണ് ഇതിനെ ഇവര് ബ്രാക്കറ്റ് കൊടുത്തത്. ഇത് വേറെ ഏതോ ഒരു ആചാര്യൻ, ഇത് ഏതിലുള്ളതല്ല, ഭാഷരത്നപ്രഭയുടെ ഭാഗമല്ലത്. പിന്നെ ഏതോ ഒരു ആചാര്യൻ കൂട്ടിച്ചേർത്തത് കൊണ്ടാണ് അവര് ബ്രാക്കറ്റിൽ കൊടുത്തു വെച്ചിരിക്കുന്നത്. അല്ലാതെ ഏകസ്യ വാക്യസ്യ എന്നാണ് നിങ്ങളുടെ ബൃഹദാരണ്യകത്തില് 3-ാം അധ്യായത്തില് ഈ ഒരു കാര്യം ടിപ്പണിയിൽ വരുന്നുണ്ട്. ഓക്കെ. ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടെന്ന് നോക്കിയോ? ഏകസ്യ വാക്യസ്യ ഉഭയാർത്ഥത്വേ, വാക്യം രണ്ടർത്ഥത്തെ പറയുകയാണെങ്കിൽ വാക്യം തന്നെ പൃഥക്കാക്കാം. ഇവിടെ ഇങ്ങനെ ചെയ്യാൻ കാരണം സാന്ദർഭികമായിട്ട് എടുത്താണ്. ഒരു കർമ്മം തന്നെ രണ്ടായിട്ട് മാറാൻ പോവാണ്. അഗ്നിഹോത്രാദി കർമ്മങ്ങൾ സകാമമായിട്ട് ചെയ്താല് സ്വർഗാദി ഫലം, നിഷ്കാമമായിട്ട് ചെയ്തു കഴിഞ്ഞാല് അന്ധക്കരണ ശുദ്ധി വഴി ജ്ഞാനം ഫലം. അതുകൊണ്ടാണ് ഇവിടെ കർമ്മം എടുത്തു കളഞ്ഞത്. ഒരു കർമ്മം തന്നെ രണ്ടർത്ഥമാക്കി മാറ്റിക്കഴിഞ്ഞാല് എന്തായി മാറും? വാക്യപൃഥക്ത്വം, വാക്യസ്യ പൃഥക്ത്വം എന്ന് പറഞ്ഞാൽ അനേകാർത്ഥത്വം ചെയ്യണം. ഒന്ന് കർമ്മത്തിനായിട്ടും അതേപോലെ തന്നെ ഒന്ന് സ്വർഗാദികൾക്കായിട്ടും അതേപോലെ തന്നെ അതേ കർമ്മങ്ങള് നിഷ്കാമമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ജ്ഞാനാർത്ഥകമായിട്ടും. അപ്പോൾ ഒരേ വാക്യത്തെ തന്നെ രണ്ട് രീതിയിൽ അന്വയിക്കുന്നത് കൊണ്ട് വാക്യത്തിന്റെ ഭേദം ചെയ്യണം എന്നർത്ഥം. തതശ്ച അത്രാദി ജ്യോതിഷ്ടോമാദി കർമ്മണാം സ്വർഗാദി ഫലകാനാമപി യജ്ഞേന ദാനേന ഇത്യാദി വചനാത് ജ്ഞാനാർത്ഥത്വം ചെയ്തി. തതശ്ച, അതുകൊണ്ട് എന്ത് പറ്റി? അത്രാദി, ഇവിടെയും ജ്യോതിഷ്ടോമാദി കർമ്മണാം, നിങ്ങൾ ഏത് കർമ്മത്തെ എടുത്തു ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ. ജ്യോതിഷ്ടോമ സ്വർഗാദി ഫലകാനമതി, സ്വർഗാദി ഫലകാനമതി, സ്വർഗാദി ഫലവും യേഷാം ജ്യോതിഷ്ടാമാദി കർമ്മണാം താനി കർമാണി സ്വർഗാദി ഫലകാനി. സ്വർഗാദികളായിരിക്കുന്ന ഫലം കൊടുക്കുന്ന ജ്യോതിഷ്ടാമാദി കർമ്മങ്ങളുടെയും ഫലം എവിടെ എത്തിച്ചേരും? ജ്ഞാനത്തിൽ എത്തിച്ചേരും. അതെങ്ങനെയാ?
യജ്ഞേന ദാനേന ഇത്യാദി വചനാത് ജ്ഞാനാർത്ഥത്വം ച യജ്ഞാന ദാനേന തപസ യജ്ഞം കൊണ്ടും ദാനം കൊണ്ടും തപസ് കൊണ്ടും എന്തായി വിവിധിശന്തീന വേദിതം ഇച്ഛന്തി ഏതിനെ ബ്രഹ്മത്തെ അറിയാൻ ഇച്ഛിക്കുന്നു. അപ്പം ഇതിൽ തന്നെ കുറെ വിവാദമുണ്ട്. നമ്മൾ മുന്നോട്ട് പോയാൽ കാണും. വേദിതും ഇച്ഛന്തി എന്ന് പറഞ്ഞാല് ആ ഇച്ഛയ്ക്കാണോ കർമ്മം കാരണം, അല്ല വേദനയ്ക്കാണോ ജ്ഞാനത്തിനാണോ കർമ്മം കാരണം എന്നൊരു ചോദ്യമുണ്ട്. അതില് വാചസ്പതി മിശ്ര മതാനുസാരം അതോടെ ഇച്ഛയ്ക്ക് കാരണമായി മാറും, വിവരണാദി മതത്തിനനുസരിച്ച് ജ്ഞാനത്തിന് കാരണമായി മാറും. നമ്മളിത് മുന്നേ പറഞ്ഞതാണ്, ഇനിയും വരും പ്രസംഗം. പരിഹരതി ഇത്രയും ഭാഗത്തിന്റെ പരിഹാരം പറയാണ് ഭാഷ്യം. കാണ് നേ ഇത്യാദി 29 തന്നെയാണ് ഭാഷ്യം. അപ്പൊ ഭാഷ്യത്തിൽ എന്താ ചോദിക്കുന്നത്? ബ്രഹ്മജിജ്ഞാസയുടെ പുഷ്കല കാരണം കർമ്മജ്ഞാനമാകുന്നു എന്ന് പൂർവക്ഷി പറയുമ്പോൾ സിദ്ധാന്തി ഇതിനെ നിഷേധിക്കുകയാണ്. നാ അല്ല, പൊമേട്ടോ ധർമ്മജിജ്ഞാസായ പ്രാഗവി അധീത വേദാന്തസ്യ ബ്രഹ്മജിജ്ഞാസോപപത്തേഹേ. എന്താ പറഞ്ഞത്? പ്രാഗവി ഏതിന്റെയും മുന്നേ? ധർമ്മജിജ്ഞാസായ പ്രാഗവി. ധർമ്മജിജ്ഞാസയ്ക്ക് മുന്നേ എന്തായിരുന്നു ഉണ്ടായിരുന്നേ? ആരെങ്കിലും പറ. ധർമ്മജിജ്ഞാസയ്ക്ക് മുന്നേ ഉള്ളത് എന്താ? വേദാധ്യയനം. അതുകൊണ്ടാ പറയുന്നത് വേദാധ്യയനത്തിന് ശേഷം ധർമ്മജിജ്ഞാസ സംഭവിച്ചില്ലെങ്കിൽ പോലും എന്ത് സംഭവിക്കാം? ബ്രഹ്മജിജ്ഞാസോപപത്തേഹേ, ബ്രഹ്മജിജ്ഞാസ സംഭവിക്കാം. ആർക്കാണ് ബ്രഹ്മജിജ്ഞാസ സംഭവിക്കുന്നത്? അധീത വേദാന്തസ്യ. അതായത് സ്വാധ്യായ സ്ഥലത്ത് സമ്പൂർണ്ണ വേദാധ്യയനം നടക്കൂലേ? ആ സമ്പൂർണ്ണ വേദസ്ഥലത്ത് വേദാന്തം വരുമോ? അല്ല വേദാന്തം വേറെ തന്നെയാണോ? വേദാന്തവും അവിടെയുണ്ട്. അതായത് ഒരു ശാഖ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ ശാഖയിൽ 1650 ശാഖകളിൽ എല്ലാ ശാഖയിലും എന്തുണ്ട്? വേദാന്തം എന്ന് പറഞ്ഞാൽ നിശ്ചയം. വേദത്തിന്റെ നിശ്ചയം ആരാ? ബ്രഹ്മസ്വരൂപമാണ്. അപ്പോൾ വേദാന്തം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് വേദം പഠിച്ചവൻ. വേദം പഠിച്ച എല്ലാവരും വേദാന്തം പഠിച്ചിട്ടുണ്ട്. അല്ലാണ്ട് വേദാന്തം പഠിക്കാതെ വേദം പഠിക്കാൻ പറ്റത്തില്ല. കാരണം വേദത്തിന്റെ അന്തർഭൂതമായിട്ടിരിക്കുന്നതാണത്. ഇങ്ങനെ അധീത വേദാന്തസ്യ അധീതം വേദാന്തം ഏന, ആരാലാണോ വേദാന്തം പഠിക്കപ്പെട്ടത് അവന് എന്ത് സംഭവിക്കുന്നുണ്ട്? ബ്രഹ്മജിജ്ഞാസോപപത്തേ, ബ്രഹ്മജിജ്ഞാസ സംഭവിക്കും. യുക്തമാണ്. ഇത് ആർക്കേ സംഭവിക്കത്തുള്ളൂ? ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ ഉചിത വിചാരമാണ്. അതായത് ശ്രവണമനന നിധ്യാസനം. അത് വേദം പഠിച്ചവൻ അവരെല്ലാവരും തന്നെ വേദാന്തവും പഠിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാവർക്കും ബ്രഹ്മജിജ്ഞാസ സംഭവിക്കാറില്ല. പിന്നെയോ സാധനാ സൃഷ്ടി സമ്പന്നനാണ് ഇനിയിപ്പോൾ ബ്രഹ്മജിജ്ഞാസ സംഭവിക്കാൻ പോകുന്നത്. ഇത് ഇടയ്ക്ക് കയറി വരാൻ പോവുകയാണ്. ഓക്കെ. അന്നപ്പോൾ ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്റെ ഗുരു വേദം തൊട്ടു നോക്കിയിട്ടുള്ള ജ്ഞാനിയായിരുന്നു എന്ന്? മനസ്സിലായോ? നമ്മളാരും എവിടുന്നും കൊണ്ടുവച്ച് വെക്കുന്നതല്ല. ശാസ്ത്രാനുസാരം ബ്രഹ്മജിജ്ഞാസ ഇല്ലാതെ ബ്രഹ്മജ്ഞാനിയായ ആൾക്കാരുണ്ടാവുമോ? വിചാരത്തിൽ നിന്ന് മാത്രമേ ജ്ഞാനം സമ്പന്നമാകത്തുള്ളൂ. വിചാരത്തിന്റെ ഭാഗമാണ് എന്ത്? ശ്രവണം, അതേപോലെ മനനം, അതേപോലെ നിധിധ്യാസനം. മൂന്നും ചേർന്നതാണ് വിചാരം. അത് ആർക്കാ സംഭവിക്കുന്നത്? വേദാന്തം അതീത വേദസ്യാന്നേ ഉള്ളൂ. വേദാന്തം ഉണ്ട്. അധീത വേദാന്തസ്യ. ഇതെങ്ങനെ വന്നിട്ടുള്ളൂ? വേദം പഠിക്കുന്ന സമയത്ത് വേദാന്തവും കൂടെ പഠിച്ചിട്ടുണ്ട്. അവൻ എന്തുണ്ടാവും? ബ്രഹ്മജിജ്ഞാസ ഉണ്ടാവും. ബ്രഹ്മജിജ്ഞാസ ഉണ്ടെങ്കിൽ പിന്നെ എന്താ അവൻ ചെയ്യുന്നത്? നിരന്തരമായിരിക്കുന്ന വേദാന്ത അധ്യയനമാണ് ചെയ്യുന്നത്. അന്നപ്പോൾ വേദാന്ത അധ്യയനം നടത്തിയവന്റെ ബ്രഹ്മജിജ്ഞാസ വഴി പിന്നെ വേദാന്ത അധ്യയനം എന്ന് പറയാൻ കാരണം എന്താ? ആദ്യം ഗുരുകുലത്തിൽ വേദം പഠിക്കുന്ന സമയത്ത് ആ വേദാന്തത്തിന്റെ സാമാന്യ ജ്ഞാനമേ ഉള്ളൂ. സ്വാധ്യായോ അധ്യേതവ്യ എന്നുള്ള വിധിക്ക് അനുസരിച്ച് എത്തിച്ചേരുന്നത് സാമാന്യ വേദാധ്യയന സ്ഥലത്താണ്. വേദാന്ത അധ്യയന സ്ഥലത്ത് വേറെ തന്നെ വിധിയുണ്ട്. തത് വിജ്ഞാനാർത്ഥം ഗുരുമേവ അഭിഗച്ഛ ശ്രോത്രം ബ്രഹ്മനിഷ്ഠം. അവിടെയാണ് ബ്രഹ്മവിചാര സമ്പന്നമാവാൻ പോകുന്നത്. മനസ്സിലായോ? അപ്പൊ ക്രമമുണ്ട്. എന്നിരുന്നാലും വേദം പഠിക്കുന്ന സമയത്ത് വേദാന്തം പഠിച്ചില്ല എന്നല്ല. പക്ഷെ ചിലർക്ക് ആ വേദാന്ത ഭാഗം പഠിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ബ്രഹ്മജിജ്ഞാസ സംഭവിക്കും. ഇവിടെ പറഞ്ഞ എന്തോ ഒരു കാര്യമുണ്ട്, അതാണ് വാസ്തവം. അവനാണ് പിന്നെ എന്തിനു വേണ്ടി പോകുന്നത്? വിജ്ഞാനാർത്ഥം ഗുരുവിനെ അഭിഗച്ഛേത്. ഇവിടെ ഇപ്പോൾ ഇത് സംഭവിച്ചിട്ടില്ല എങ്കിൽ, അതായത് സ്വാധ്യായം നടക്കുന്ന ഗുരുകുലത്തിലുള്ള സമയത്ത് ഉപകുർവാണന്
ഈ ഒരു ബ്രഹ്മജിജ്ഞാസ സംഭവിച്ചാൽ അവിടം തന്നെ അവൻ സന്യസിച്ചു പോകും. അല്ലെങ്കിൽ അവൻ വീട്ടിൽ ഗൃഹസ്ഥാശ്രമിയായി ഇരിക്കുന്ന സമയത്ത് അവൻ ആ വേദാന്തത്തിന്റെ ഗുണം കൊണ്ട് അന്ധക്കരണം ശുദ്ധമായി വിചാരത്തിന് വേണ്ടിയിട്ട് പിന്നെയും ബ്രഹ്മജിജ്ഞാസ സംഭവിക്കാം. അവിടെ സംഭവിച്ചില്ലെങ്കിലോ വാനപ്രസ്ഥം സംഭവിക്കാം. അവിടെ സംഭവിച്ചില്ലെങ്കിലോ കാത്തിരിക്കുക എന്നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ഇനി ഇതിന്റെ ടീക നോക്ക്. ടീക്കയിൽ 30-ാമത്തെ പേജിൽ കേട്ടോ. അയമാശയ, ഇതിന്റെ ഇത്ര ആശയം പറയാണ്. ന താവത് പൂർവതന്ത്രം ന്യായസഹസ്രം ബ്രഹ്മജ്ഞാനേ തദ്വിചാരേവ പുഷ്കല കാരണം. പൂർവതന്ത്രം എന്ന് പറഞ്ഞാല് തന്ത്രശാസ്ത്രം. പൂർവശാസ്ത്രം എന്താ? പൂർവമീമാംസ. ന്യായശാസ്ത്രം 1000 അധികരണമാണ്. 1000 ഇല്ല, 915 ഉള്ളൂ. 1000-ന് അടുത്ത് നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ 1000 എന്ന് പറയുന്നത്. ठीक है. ബ്രഹ്മജ്ഞാനെ ബ്രഹ്മജ്ഞാനത്തിനായിട്ടോ ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടിയുള്ള വിചാരത്തിനായിട്ടോ സമ്പൂർണ്ണ കാരണമായി മാറുന്നില്ല. ആര്? 1000 അധികരണത്തോടു കൂടിയിരിക്കുന്ന ജൈമിനീയ സൂത്രഭാഗമായിരിക്കുന്ന പൂർവകാണ്ഡം. തസ്യ ധർമ്മനിർണയ മാത്ര ഹേതുത്വാത്. പൂർവതന്ത്രം ഏതിന് മാത്രമേ ഹേതുവാകത്തുള്ളൂ? ധർമ്മനിർണയത്തിനായിട്ട് ഹേതുവാകത്തുള്ളൂ. ठीक है. ധർമ്മം എന്താണ്? ഏതിനാലാണോ പുരുഷന് സുഖം കിട്ടുന്നത് അതാണ് ധർമ്മം. ठीक है. നാഭി കർമ്മനിർണയ തസ്യ അനുഷ്ഠാന ഹേതുത്വാത്. നാഭി കർമ്മനിർണയ, കർമ്മനിർണയവും എന്തിനു ഹേതുവാകുന്നില്ല? ബ്രഹ്മജ്ഞാനത്തിനോ ബ്രഹ്മജ്ഞാനത്തിന്റെ കാരണമായിരിക്കുന്ന വിചാരത്തിനോ ഹേതുവാകുന്നില്ല. അതെന്തുകൊണ്ടാ? തസ്യ അനുഷ്ഠാന ഹേതുത്വാത്. കർമ്മത്തിന്റെ നിർണയം കർമ്മ അനുഷ്ഠാനത്തിന് ഹേതുവാകത്തുള്ളൂ, അല്ലാതെ ബ്രഹ്മജ്ഞാനത്തിനോ ബ്രഹ്മവിചാരത്തിനോ ഹേതുവാകത്തില്ല. നഹി ധൂമ അഗ്നിയോരിവ ധർമ്മ ബ്രഹ്മണോർ വ്യാപ്തിരസ്തി. ധൂമവും വന്യയും തമ്മിൽ വ്യാപ്തി ഉണ്ടോ? ഉണ്ട്. ധൂമവും വന്യയും തമ്മിൽ വ്യാപ്തിയുണ്ട്. എന്താണ് ഈ വന്യയിലിരിക്കുന്ന ധൂമത്തിന്റെ വ്യാപ്തി? വന്യയിരിക്കുന്നിടത്തെല്ലാം ധൂമമുള്ളത് കൊണ്ട് ആദ്യം പറയണം വന്യ വ്യാപകനാണ്, വ്യാപ്യമേ അല്ല. അതുകൊണ്ട് തന്നെ വന്യയില് ധൂമവ്യാപ്യത്വം ഇരിക്കത്തില്ല. ചോദ്യത്തിലെ ട്രബിൾ ആദ്യം മനസ്സിലാക്കുക. ന്യായം പഠിപ്പിച്ചിരുന്ന വെറുതെ അല്ല. ठीक है. വ്യാപ്തി എവിടെ ഇരിക്കത്തുള്ളൂ? ധൂമത്തിലായിരിക്കുക. എന്താണ് ധൂമത്തിലിരിക്കുന്ന വന്യവ്യാപ്തി? വന്യ അഭാവത് ഔർത്തിത്വം എന്നുള്ളതാണ് ധൂമത്തിലിരിക്കുന്ന വ്യാപ്തി. യഥാ യഥാ ധർമ്മജ്ഞാനാത് ബ്രഹ്മജ്ഞാനം ഭവേത്. യയാ പറ്റൂട്ടോ, യയാ തന്നെ. യയാ വ്യാപ്യ. ठीक है. ധർമ്മജ്ഞാനാത് ബ്രഹ്മജ്ഞാനം ഭവേത്. യാതൊരു വ്യാപ്തിയാൽ ധർമ്മജ്ഞാനം കൊണ്ട് ബ്രഹ്മജ്ഞാനം ഉണ്ടായേനെ. അതായത് ധൂമവും വന്യയും തമ്മിൽ വ്യാപ്തിയുള്ളത് കൊണ്ട് ധൂമജ്ഞാനത്തിൽ വന്യജ്ഞാനം ഉണ്ടാവും. ആ ധൂമത്തിലിരിക്കുന്ന വന്യയുടെ വ്യാപ്തിയാണ് വന്യ അഭാവത് ആവർത്തിത്വം. ഇത് പൂർവപക്ഷി വ്യാപ്തിയാണ്. സിദ്ധാന്ത വ്യാപ്തി അനുസരിച്ച് വ്യാപക സമാനാധികരണം വ്യാപ്തി എന്ന് പറയും. ठीक है. വ്യാപകനായിരിക്കുന്ന വന്യ സമാനാധികരണം ധൂമത്തിൽ ഇരിക്കുന്നത് കൊണ്ട് വ്യാപ്തി കിട്ടും. ഇങ്ങനെ ഒരു വ്യാപ്തി ധർമ്മവും ബ്രഹ്മവും തമ്മിലില്ല. ठीक है. ഉണ്ടായിരുന്നു എങ്കിൽ ധർമ്മജ്ഞാനത്തിൽ ബ്രഹ്മജ്ഞാനം സംഭവിച്ചേനെ. ധർമ്മം ബ്രഹ്മണോർ വ്യാപ്തി നാസ്തി. ധർമ്മവും ബ്രഹ്മവും തമ്മിൽ വ്യാപ്തിയില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ ധർമ്മജ്ഞാനത്തിൽ ബ്രഹ്മജ്ഞാനം സംഭവിച്ചേനെ. യദ്യപി ശുദ്ധി വിവേകാദി ദ്വാര കർമാണി ഹേതവ. ബ്രഹ്മജ്ഞാനത്തിന് കർമ്മ ഹേതുക്കളാണ് കർമാണി എന്നാട്ടോ. കർമ്മജ്ഞാന ഹേതുവല്ല, കർമ്മങ്ങൾ ഹേതുവാണ്. എങ്ങനെ? ചിത്തശുദ്ധി വിവേകാദി ദ്വാര. ചിത്തശുദ്ധിക്കും കാരണമാണ്, വിവേകത്തിനും കാരണമാവുന്നത് കൊണ്ട് ജ്ഞാനത്തിന്റെ ഹേതുവാണ് കർമ്മം. തഥാപി എന്നിരുന്നാലും തേഷാം ന അധികാരി വിശേഷണത്വം. എന്നിരുന്നാലും ആ കർമ്മം അധികാരിക്ക് വിശേഷണമായി മാറത്തില്ല. അതെന്തുകൊണ്ടാ? അത് പറഞ്ഞുതരാം. അജ്ഞാതാനാം തേഷാം ജന്മാന്തരകൃതാനം അപി ഫലഹേതുത്വാത്. ജന്മാന്തരത്തിൽ പൂർവ്വത്തിൽ ഏതെങ്കിലും ജന്മത്തിൽ ചെയ്തിരിക്കുന്നേ ഇപ്പോൾ ജ്ഞാതമാണോ? അല്ല. അതുകൊണ്ട് അജ്ഞാതങ്ങളായിരിക്കുന്നേ ശാസ്ത്രീയമായിരിക്കുന്ന കർമ്മങ്ങളും ജ്ഞാനത്തിന്റെ ഹേതുക്കളാവുന്നു. എന്നിട്ടും എന്തുകൊണ്ട് നിങ്ങൾ ആ കർമ്മങ്ങളെ അധികാരിയുടെ വിശേഷണമായിട്ട് പറഞ്ഞില്ല? അപ്പൊ പറയാണ് അധികാരിയുടെ വിശേഷണം എപ്പോഴേ ആവത്തുള്ളൂ? ന്യായമാനം പ്രവൃത്തി പുഷ്കല കാരണം ആനന്ദരി അഭിധിത്വന വക്തവ്യം. അധശബ്ദത്തിന്റെ അർത്ഥമായിരിക്കുന്ന ആനന്ദര്യത്തിന്റെ അവധിയായിട്ട് ഏതിനെയാണ് പറയേണ്ടത്? അധികാരിയുടെ വിശേഷണമായിരിക്കുന്ന ന്യായമാന വസ്തുവാണ്. അതായിരിക്കണം പ്രവൃത്തിയുടെ പുഷ്കല കാരണം. അതായത് വിചാരത്തിൽ പ്രവൃത്തി നടക്കണമെങ്കിൽ അതിന്റെ സമ്പൂർണ്ണ കാരണമായിരിക്കും അധശബ്ദത്തിന്റെ അർത്ഥം. അത് ന്യായമാനം എന്ന് പറയുന്ന ജ്ഞാനത്തിന്റെ വിഷയമായിരിക്കണം. പൂർവ്വജന്മത്തിൽ ചെയ്തത് ഇപ്പോഴുള്ള ജ്ഞാനത്തിന്റെ വിഷയമാവുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അധികാരിയുടെ വിശേഷണമായിട്ട് കർമ്മത്തെ പറഞ്ഞില്ല.
അല്ലാതെ കർമ്മം കാരണമല്ല എന്ന് പറയുന്നില്ല. അതഃ കർമാണി തദവബോധഃ തന്യായ വിചാരോ വാ ന അവധിരിതി ന ബ്രഹ്മജിജ്ഞാസായാഹ ധർമ്മജിജ്ഞാസാനന്ദജമിതി. അതുകൊണ്ട് കർമ്മങ്ങളോ തദവബോധമോ കർമ്മത്തിന്റെ ജ്ഞാനമോ തന്യായ വിചാരോ കർമ്മത്തിന്റെ ജ്ഞാനം എന്നുള്ളത് എന്താണ്? പൂർവമീമാംസയിലെ അധികരണം. അതിന്റെ വിചാരമോ അവധിയായിട്ട് നമ്മൾ എടുക്കുന്നില്ല. എന്ന് പറയാം ഇത് കാരണമായതുകൊണ്ടാണ് ബ്രഹ്മജിജ്ഞാസ സംഭവിക്കുന്നതെന്ന് നമ്മൾ പറയത്തില്ല. ന അവധിരിതി, അത് അവധിയല്ല എന്നുള്ളത് കൊണ്ട് ന ബ്രഹ്മജിജ്ഞാസായ ധർമ്മജിജ്ഞാസാനന്തര്യം, ബ്രഹ്മജിജ്ഞാസയില് ധർമ്മജിജ്ഞാസാനന്തര്യമില്ല എന്ന് പറയാം. ധർമ്മജിജ്ഞാസ നടന്നാൽ തീർച്ചയായിട്ടും ബ്രഹ്മജിജ്ഞാസ ഉണ്ടാവും എന്ന് പറയാൻ പറ്റത്തില്ല. നനു ബ്രഹ്മധർമ്മജിജ്ഞാസയോ കാര്യകാരണത്വ അഭാവേപി ആനന്തര്യ ഉക്തിദ്വാര ക്രമജ്ഞാനാർത്ഥം അധശബ്ദ. ഇനി നിങ്ങൾക്ക് കാണാം, ഒരു പങ്ക്തി വായിച്ചിട്ട് പോവാം. ടീക്കേ, ഇതിനെ നാളെ സ്പഷ്ടീകരിച്ചു തരാം, പെരിഫറലായിട്ട് കേട്ടോ. ധർമ്മബ്രഹ്മജിജ്ഞാസയോ കാര്യകാരണത്വ അഭാവേ, ബ്രഹ്മജിജ്ഞാസയും ധർമ്മ ബ്രഹ്മജിജ്ഞാസയോ രണ്ടിനെയും ജിജ്ഞാസ എടുത്തോ. ധർമ്മജിജ്ഞാസയും ബ്രഹ്മജിജ്ഞാസയും തമ്മിൽ കാര്യകാരണ ഭാവം ഇല്ലെങ്കിലും ആനന്തര്യ യുക്തിദ്വാര, അധശബ്ദം കൊണ്ട് ആനന്തര്യം പറഞ്ഞിട്ട് ക്രമത്തെ കാണാൻ പറ്റുമല്ലോ. എന്നൂടെ ക്രമം ഉണ്ടാവുന്ന സമയത്ത് ആനന്തര്യം കാണും. അതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് എടുക്കാൻ പാടില്ലേ? ഏതുപോലെ പറയാണ്, ഹൃദയസ്യ അഗ്രേ അപദ്യതി അധ ജിഹ്വായാഹ അധ വക്ഷസഃ ഇതി അവധാനാനാം ക്രമഃ. ഇത് ഏതിന്റെ ക്രമാന്നറിയോ? ഒരു പശുവിനെ പിടിക്കും. പശു ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോലാടാണെന്ന് നിശ്ചയിക്കും. അത് എവിടെയാണെന്ന് നിർണയം നടത്താം. ചില സ്ഥലത്ത് പശുവിന്റെ പേരങ്ങ് പറയും, ഇന്ന പശുവിനെ തന്നെ വേണമെന്ന്. അതിന്റെ എന്ത് ചെയ്യും? ആദ്യം അഗ്രേ എന്ന് പറഞ്ഞാൽ ആദ്യം ഹൃദയസ്യ, അവധാനം എന്ന് പറഞ്ഞാൽ ഖണ്ഡനമാണ്, ദോ അവഖണ്ഡന ധാതുവാണ്. അപ്പോൾ ഹൃദയത്തിന്റെ ഒരു ഭാഗം എടുക്കും. എന്തിനാ? പശുവിനെ കൊല്ലാതെ ഇപ്പോൾ ഹൃദയത്തിന്റെ മാത്രം എടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പശുവധം യാഗത്തിൽ നടന്നിട്ടുണ്ടോ? നടന്നിട്ടുണ്ട്. അല്ല, ഈ പശുവിനെ നമ്മൾ കൊല്ലേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് പുഷനി ഇതുണ്ടല്ല, പേട്ട, ഈ ഇളവൻ അല്ലേ, ഇളവൻ അല്ലേ അത്, ഇളവനെ മുറിച്ചിട്ട് യാഗം നടത്തിയാൽ പോരെ? അപ്പം ചോദിക്കും, അക്കിത്തമേ ഇതിന്റെ ഹൃദയം എവിടെയാ? അപ്പൊ സോമയാജിന്റെ വാൽ പിടിച്ചു, ഇതായിരിക്കും വാലെങ്കിൽ ഇതിന്റെ ഹൃദയം എവിടെയായിരിക്കണം? എന്നിട്ട് മുറിച്ചെടുത്തിട്ട് യാഗം നടത്തിയാൽ കാര്യം നടക്കും മക്കളെ. ഇവിടെ പശുവിന്റെ ഹൃദയം, ജിഹ്വ നാക്ക് മുറിച്ചെടുക്കും, വക്ഷസഹ നെഞ്ചിന്റെ ഭാഗം മുറിച്ചെടുക്കും. ഇതൊക്കെ ഹവനം നടത്താനുള്ളതാണ്. ദേവതകൾക്ക് ഹവനം നടത്തുന്ന നേരം ദേവതയ്ക്ക് ഇത് സ്വീകരിക്കാതിരിക്കാൻ പറ്റുമോ? മാസ്ക് വെച്ചിട്ട് ദേവതയ്ക്ക് വരാൻ പറ്റുമോ? ഞാനതൊന്നും കഴിക്കത്തില്ല, ഞാൻ ശുദ്ധബ്രാഹ്മണനാണ്? ഇല്ല. ഇനി ഇത് മുറിച്ചെടുത്താൽ ഹവിസ് കൊടുത്താൽ അത് ഭക്ഷിക്കണ്ടേ? അതും ഭക്ഷിക്കണം. വേറെ ആർക്കും കൊടുത്തിട്ട്, പട്ടിക്ക് കൊടുത്തിട്ട് യാഗം സമ്പന്നാക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവോം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനെ വ്യോമവത്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി.